श्री श्री कृष्ण बलराम की जय। जय राम माधव जय जय बिहारी। माधव जय कुंज बिहारी। गोपी जनवल्लभ जय गिरिवरधारी जय गिरिवरधारी। गोपी जनवल्लभ जय गोपी जनवल्लभ जय गिरिवरधारी जय
ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം കി ജയ. ശ്രീല പ്രഭുപാദ കി ജയ. ഭാഗവതത്തില് നമ്മള് പ്രഥമ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായം, ആ അധ്യായത്തിന്റെ സാരം എന്ന് പറയുന്നത് നൈമിഷാരണ്യത്തിൽ ഋഷിമാര് ചോദിച്ച 6 ചോദ്യങ്ങളാണ് ആദ്യത്തെ സ്കന്ധത്തിന്റെ ഉള്ളർത്ഥം. അപ്പൊ അതില് ഇന്ന് നമ്മൾ രാവിലെ 3 ചോദ്യങ്ങൾ നോക്കി. ഈ 6 ചോദ്യങ്ങൾ, ആദ്യത്തെ 2 ചോദ്യം ഒരു സെക്ഷനാണ്. പിന്നീട് അടുത്ത 3 ചോദ്യങ്ങൾ നേരിട്ട് ഭഗവാനെ കുറിച്ചുള്ളതാണ്. 6ാമത്തെ ചോദ്യം ഭഗവാൻ തിരോധാനം ചെയ്തതിന് ശേഷം ധർമ്മം എവിടെ ചെന്ന് ആശ്രയിക്കും എന്നുള്ളതാണ്. ആർക്കെങ്കിലും ആദ്യത്തെ 2 ചോദ്യം ഓർമ്മയുണ്ടോ? ആദ്യത്തെ ചോദ്യം അവിടെ നോക്കി പറയാം. അപ്പൊ അതിന്റെ സാൻസ്ക്രിറ്റ് വേർഡ് എന്താണ്? ശ്രേയ ഏകാന്ത. ഏക അന്ധ. എന്താണ് പ്രഭുയുടെ ജീവിത ലക്ഷ്യം? അപ്പൊ ഒരാളുടെ അടുത്ത് ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് ഭഗവാന്റെ അടുത്ത് പോകണം. അങ്ങനെ
ഇപ്പൊ എന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട് പണിയണം, ഭാര്യയെ സന്തോഷമായി വെക്കണം, മക്കളെ ഒരു നിലയിലാക്കണം, ചെറുമക്കളെ, ഇത് പറഞ്ഞ ഇത് ലക്ഷ്യമല്ല. ഒന്നേ ഉണ്ടാകാം, ഏക അന്തഃ, അവസാനമായി ഉണ്ടാകുന്ന ഒരു ആഗ്രഹം. അതാണ് പരമലക്ഷ്യം എന്ന് പറയുന്നത്. ആ സ്പീക്കർ വർക്കാവുന്നുണ്ടോ? കേൾക്കാമോ? ഇല്ല, അത് വർക്കാവുന്നില്ലേ? എപ്പോ തൊട്ട് കേൾക്കാമോ അവിടെ ഉള്ളവർക്ക്? ഇല്ല, ഞാൻ സംസാരിക്കുന്ന കേൾക്കാമോ? സോ ഏക അന്തഃ, അവസാനമായിട്ടുള്ള ഒരു കാര്യം. ശ്രേയ, ഏറ്റവും ഉയർന്നത്. രാവിലെ ഞാൻ 2 വാക്കുകൾക്ക് അർത്ഥം പറഞ്ഞു. ശ്രേയ, പ്രേയ. എന്താണ് രണ്ടിന്റെയും വ്യത്യാസം? ശ്രേയസ്, പ്രേയസ്. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കുണ്ടാകുന്ന നേട്ടം. ശ്രേയസ് എന്ന് പറയുമ്പോൾ അന്തിമമായ, നീണ്ടകാലം ഉണ്ടാകുന്ന നേട്ടം. അപ്പൊ അവരുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ, ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ജനങ്ങൾക്ക് അന്തിമമായത്, ഏറ്റവും ഉയർന്നതും അന്തിമമായ കാര്യം, ഗുണം എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒരുപാട് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എളുപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാനായി ഇതിന്റെ സാരം എന്താണ് എന്ന് പറഞ്ഞതാണ്. ഇത് രണ്ടും ഭഗവാനെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത 3 ചോദ്യവും ഭഗവാനെ കുറിച്ചുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. അത് ആദ്യം 13ാമത്തെ ശ്ലോകത്തില്, പ്രഥമസ്കന്ധം 13ാമത്തെ ശ്ലോകത്തിലാണ് 3ാമത്തെ ചോദ്യം വരുന്നത്. സോറി, 13 അല്ല, 12. സൂതജാനാസി ഭദ്രന്തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ചാതോ യസ്യ ചികിർഷയാ. സൂത മഹർഷി നോക്കിയതാണ്. ഒന്നും കൂടെ പറയാം. അതായത്, ഹേ സൂത മഹർഷി, ഭദ്രം, ലോകത്തിന് നന്മയുണ്ടാകുന്ന, എല്ലാവർക്കും നന്മയുണ്ടാകുന്ന ഭഗവാൻ സാത്വതാപതി, സത്തിന്റെ സംരക്ഷകനായ, ഭക്തജനങ്ങൾ, സത്തിനെ പാലിക്കുന്നവർ, അവരുടെ സംരക്ഷകനായ ഭഗവാൻ, അത് ആരാണ്? ദേവകിയുടെയും വസുദേവരുടെയും മകനായി ജനിച്ച സർവേശ്വരൻ. ശങ്കരാചാര്യർ ഭാഗവതം മാത്രം തൊട്ടില്ല. ആര്? ആദിശങ്കരാചാര്യ. ശങ്കരാചാര്യ സ്വാമികളുടെ സിദ്ധാന്തം എന്താണ്? അദ്വൈതം, ബ്രഹ്മം. അതുകൊണ്ട് അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകി, വേദാന്ത സൂത്രത്തിന് ഭാഷ്യം, ശങ്കര ഭാഷ്യം കൊടുത്തു. പല ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം വ്യാഖ്യാനം ചെയ്തുവെങ്കിലും ശ്രീമദ് ഭാഗവതം ശങ്കരാചാര്യ സ്വാമികൾ ശ്രീമദ് ഭാഗവതം തൊട്ടില്ല. എന്തുകൊണ്ട് അദ്ദേഹം ശ്രീമദ് ഭാഗവതം തൊട്ടില്ല? വ്യക്തമായിട്ട് സർവേശ്വരൻ ആരാ? കൃഷ്ണനാണ്. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനാണ്. വൃന്ദാവനത്തിൽ ലീലകൾ കളിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ബലരാമനാണ്.
ഇനിയിപ്പോ ഇതിനകത്തൊക്കെ ബ്രഹ്മത്തിന് കുത്തി കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ഇതിന് തൊട്ടില്ല, ശ്രീമദ് ഭാഗവതത്തിന് തൊട്ടില്ല. ഓക്കെ, ശരി. ഇനി അടുത്ത 13ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. തന്ന ശുശ്രൂഷമാനാനാം തന്ന ശുശ്രൂഷമാനാനാം അർഹസി അംഗാനുവർണിതും അർഹസി അംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ആരെങ്കിലും ഒന്ന് രണ്ട് പേര് ഓക്കെ. ശുശ്രൂഷമാനാന, ഇത് പ്ലൂറൽ എന്ന് വെച്ചാല് ഞങ്ങൾ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതാരാ പറയുന്നത്? ഇതാരാ പറയുന്നത്? ഋഷിമാർ. ഋഷിമാരുടെ ലീഡർ ആരാ? ശൗനകനാണ് പറയുന്നത്. പക്ഷെ എനിക്ക് വേണ്ടിയല്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഋഷിമാർക്കും. അതുകൊണ്ടാണ് പ്ലൂറലിൽ പറയുന്നത്. മൊത്തം എത്ര പേരുണ്ട്? 88,000 പേരുണ്ട്. തന്ന ശുശ്രൂഷമാനാനാം അർഹസി, ഞങ്ങൾക്ക് അർഹിക്കുന്നത് അങ്ങ് പറഞ്ഞു തരണം, യോഗ്യരായ ഞങ്ങൾക്ക് കൃത്യമായത് പറഞ്ഞു തരണം. അംഗാ അനുവർണിതം, ഇതിൽ വന്നിട്ട് വർണ്ണിത്തം, ഇതാണ് രാവിലെ ആരോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. വർണ്ണിത്തും അനുവർണ്ണിത്തും, ഞാൻ ആ വാക്കിന്റെ ഇതും പറഞ്ഞു. അനു എന്ന് വെച്ചാല് അതോടൊപ്പം, കൂടെയുള്ള, മുമ്പേ ഉള്ള, അതിന്റെ കൂടെ ഉള്ളത് എന്നാണ്. അപ്പൊ വർണ്ണിത്തും, ഞങ്ങൾക്ക് ഇത് വിവരിച്ച് തന്നാലും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ ഋഷിമാർ. പക്ഷേ വർണ്ണിത്തും അല്ല അവർ പറഞ്ഞത്, അനുവർണ്ണിത്തും എന്ന് വെച്ചാല് പൂർവാചാര്യന്മാർ എങ്ങനെ പറഞ്ഞു കൊടുത്തോ അതെല്ലാം കൂടെ ചേർത്തിട്ട്. രാഗം അനുരാഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ? രാവിലെ 2-3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. രാധ, അനുരാധ, രാധാദേവിയെ അനുഗമിക്കുന്ന, പിന്തുടരുന്ന അനുരാധ. റൂപാനുഗ, റൂപഗോസ്വാമിയെ പുറകെ ഗമിക്കുന്നവർ, പിന്തുടരുന്നവരെല്ലാം ആരാണ്? റൂപാനുഗ. അപ്പോ അങ്ങ് ഞങ്ങൾക്ക് എങ്ങനെ വിവരിച്ചു തരണം, എങ്ങനെ ഇത് വർണ്ണിക്കണം? പൂർവാചാര്യന്മാര് പറഞ്ഞതുപോലെ അതും കൂടെ ചേർത്ത് ഞങ്ങൾക്ക് വർണ്ണിച്ചു തരണം. പിന്നെ ക്ഷേമായ ച ഭവായ ച, കാരണം ഇത് ലോകത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ്, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാല്, ഈ നൈമിഷാരണ്യത്തിൽ ഭാഗവത ചർച്ച നടന്നപ്പോഴോ അല്ല, അവിടെ ശുഖമഹർഷി പരീക്ഷത്തിന് ചർച്ച ചെയ്തപ്പോഴോ ആ കൂട്ടത്തില് ഋഷിമാരുണ്ടായിരുന്നു, സന്യാസിമാരുണ്ടായിരുന്നു, മുനിമാരുണ്ടായിരുന്നു, ബ്രാഹ്മണരുണ്ടായിരുന്നു. ക്ഷത്രിയന്മാരോ സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ആരും തന്നെ ഈ 2 കൂട്ടത്തിലും ഇല്ല. നിങ്ങൾ ആ പെയിന്റിംഗ് കണ്ടിട്ടുണ്ടാകും. പരീക്ഷിത്ത് മഹാരാജാവ് സുഖമഹർഷിക്ക് പറഞ്ഞു തരുന്നത് ആണോ? സുഖമഹർഷി പരീക്ഷത്തിന് പറഞ്ഞത് എല്ലാം സുഖമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു തരുമ്പോ ആ കൂട്ടത്തില് വ്യാസമഹർഷിയുണ്ട്, ഋഷിമാർ മാത്രം. അതിൽ ഒരാള് പോലും ഒരു രാജകീയ വേഷ ചക്രവർത്തിയായിട്ട് ആരെയും കാണില്ല, കുഞ്ഞുങ്ങളെ കാണില്ല, സ്ത്രീകളെ കാണില്ല. കാരണം അന്ന് കാലത്ത് ഇതൊക്കെ മുമുക്ഷുഭികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്ന് വെച്ചാൽ മോക്ഷം കാംക്ഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ചർച്ചയൊക്കെ നടന്നത്.
സൂത പൗരാണികൻ സൗനകാദികർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും 88,000 പേരും ആരായിരുന്നു? ഋഷിമാർ മാത്രമായിരുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറുടെ കാലഘട്ടം വരെയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ആശ്രമത്തിൽ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, സത്സംഗത്തിൽ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, ഉത്സവ ദിനങ്ങളിൽ പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം? അവരുടെ പത്നിമാരെ കൊണ്ടുവരാം, ആശ്രമ ഗൗഡിയ മഠത്തിലേക്ക് കൊണ്ടുവരാം. എപ്പോ? ജന്മാഷ്ടമി, ഗൗരപൂർണിമ, ആ ദിവസങ്ങളിൽ മാത്രം അവരെ കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവന്നാലും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭാഷണം കൊടുക്കുമ്പോ എന്താന്ന് വെച്ചാല്, നടുക്ക് വലിയ ഒരു കർട്ടൻ ഉണ്ടാകും. ആ അപ്പുറത്തിരിക്കുന്ന സ്ത്രീകൾക്ക് ഇപ്പുറത്തുള്ള പുരുഷന്മാരെയൊക്കെ കാണാൻ പറ്റും. ഈ പുരുഷന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സ്ത്രീകളെ കാണാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പ്രഭുപാദരുടെ കാലഘട്ടത്താണ് സ്ത്രീകൾക്ക് ദീക്ഷയും, അതും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും സ്ത്രീകൾക്ക് ദീക്ഷ കൊടുത്തു. പക്ഷെ ആരാണ്? ഭർത്താവിനോട് വരുന്ന സ്ത്രീകൾക്ക് മാത്രം, ഇല്ലെങ്കിൽ അച്ഛൻ അമ്മ കുടുംബസമേതം. പക്ഷെ പ്രഭുപാദറാണ് പിന്നീട് അമേരിക്കയിലൊക്കെ പോയപ്പോ സ്ത്രീകൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതും കണ്ടിട്ട് അവർക്ക് ദീക്ഷയും ഒക്കെ കൊടുത്തു തുടങ്ങിയത്. അപ്പോ സ്ത്രീകൾ പോട്ടെ, അവിടെ കുഞ്ഞുങ്ങളില്ല, ഗൃഹസ്ഥരില്ല, ക്ഷത്രിയന്മാരല്ല, ആരും തന്നെ ഈ ചർച്ചയിലൊന്നും ഇല്ല. അപ്പോ ഇവിടെ ഇവര് ശൗനകാദി ഋഷികൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പൂർവാചാര്യന്മാർ എങ്ങനെ പറഞ്ഞു തന്നോ അത് അനുസരിച്ച് ഇത് ഞങ്ങൾക്ക് വർണ്ണിച്ചു തരണം, ചർച്ച ചെയ്യണം. അപ്പൊ ഈ ഋഷിമാരെപ്പോഴും ചർച്ച ചെയ്യുമ്പോ ഞാൻ രാവിലെ പറഞ്ഞു, റെഫറൻസ് വേണം. ആര് ചർച്ച ചെയ്തു, പൂർവ്വ സംവാദം എവിടെ നടന്നു, എങ്ങനെ നടന്നു, ആർക്ക് പറഞ്ഞു കൊടുത്തു, ശ്ലോകത്തിൽ എത്രാമത്തെ ശ്ലോകമാണ്, ഇവിടെ അത് പറയാനുള്ള ഉദ്ധരിക്കാനുള്ള ആവശ്യം എന്താണ്, ഇതിന്റെ ഇങ്ങനെയൊക്കെ വേണം പ്രീച്ച് ചെയ്യാൻ. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, അല്ലേ? ഇങ്ങനെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഏറ്റവും ഉയർന്നവർ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കും, മധ്യസ്ഥർ വ്യക്തികളെ കുറിച്ച് സംസാരിക്കും, അധമന്മാർ വികാരങ്ങളെ കുറിച്ച് സംസാരിക്കും. മനസ്സിലായോ? ഉയർന്നവരെപ്പോഴും എന്തിനെ കുറിച്ച് സംസാരിക്കും? മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കും. മധ്യേ ഉള്ളവരെന്തിനെ കുറിച്ച് സംസാരിക്കും? അല്ല, വ്യക്തികളെ കുറിച്ച് സംസാരിക്കും. അധമന്മാരെന്തിനെ കുറിച്ച് സംസാരിക്കും? വികാരത്തിനെ. ഇപ്പോ പ്രസാദം ഇപ്പൊ ഇവിടെ വന്നു, അമ്പലത്തിൽ വന്നു, പ്രോഗ്രാം ഇന്ന് കഴിഞ്ഞു, പ്രസാദം തീർന്നു പോയി, തികഞ്ഞില്ല. അപ്പൊ ഒരാള് പറയാണ്, നമ്മൾ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? പ്രസാദം കുറച്ച് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ഒരാൾ അങ്ങനെ പറയാം. ഇനിയൊരാള് വന്ന് പറയാണ്, ഞാൻ മെനക്കെട്ട് 3 പേരെ വിളിച്ചു, ആ കുമാരെ വിളിച്ചോണ്ട് വന്നു, ശാന്തിയെ വിളിച്ചോണ്ട്, രമേശിനെ വിളിച്ചോ, അവർക്കൊന്നും ചോറ് കിട്ടിയില്ല, ഇനി അവരൊക്കെ വരുമോ? ഒരാൾ അങ്ങനെ പറഞ്ഞു. ഇനിയൊരുത്തൻ പറഞ്ഞു, ഇനി ഞങ്ങൾ 8 മണിക്ക് ശേഷം വീട്ടിലൊക്കെ ചെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൽ ചോറില്ലാതെയല്ല ഞങ്ങൾ നിങ്ങളുടെ സത്സംഗത്തിൽ വരുന്നത്, ചോറ് കിട്ടാന്നല്ല, അവിടെ വന്ന് പ്രോഗ്രാം ഒക്കെ ഭഗവാന്റെ പ്രസാദം കഴിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നത്, ഭക്ഷണം ഇല്ലാതെ വീട്ടിൽ നിന്നല്ല ഞങ്ങൾ വന്നത്. ഒരേ കാര്യത്തിനെ 3 വ്യക്തികൾ 3 രീതിയിൽ അവതരിപ്പിച്ചു. ഇതിൽ ആര് ഉയർന്നവർ, ആര് മധ്യസ്ഥർ, ആര് അധമന്മാർ? പ്രിൻസിപ്പിൾ സംസാരിക്കുന്നവർ, മൂല്യങ്ങളെ കുറിച്ച് മാത്രം, എന്ത് വഴക്ക് നടന്നാലും അഭിപ്രായ വ്യത്യാസം വന്നാലും മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരാരാണ്? ഉയർന്നവർ. വ്യക്തികളെ നീ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, നീയല്ലേ കാരണം, ഞാനല്ലേ. വ്യക്തികളെ കുറിച്ച് സംസാരിച്ചാൽ അവര് മധ്യസ്ഥർ, വികാരഭരിതരായി. ചോറില്ലാതെ വീട്ടിൽ നിന്നല്ല ഞങ്ങൾ വരുന്നത്, എന്നിട്ടും കിട്ടിയില്ല, ഒരു കരച്ചിലൊക്കെ. ഇവരാരാണ്?
അപ്പോ എന്ത് പറ്റി? നമ്മള് അടുത്തതിലേക്ക് ഉയരണം. എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോ ഇതിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യണം. മൂല്യങ്ങളെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാം. വ്യക്തികളെ കുറിച്ചുമല്ല, വികാരങ്ങളെ കുറിച്ചുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. 14ാമത്തെ ശ്ലോകം. അത് രാവിലെ നമ്മൾ ചെയ്തു. ആപന്ന സംശ്രുതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യത് വിവേതി സ്വയം ഭയം. ആപന്ന സംശ്രുതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യത് വിവേതി സ്വയം ഭയം. അപ്പോ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പൊ ഇനി വരുന്നതെല്ലാം നേരിട്ട് ഭഗവാനെ കുറിച്ച് പറയാണ്. ഈ ശ്ലോകത്തിന്റെ ചർച്ച രാവിലെ കഴിഞ്ഞു. ഈ ശ്ലോകത്തിൽ ആരെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? നാമം. ആപന്ന മഹാകുരുക്ക്. രാവിലെ എന്ത് എക്സാമ്പിളാ പറഞ്ഞത് ഈ കുരുക്കിന്? ഹെഡ്സെറ്റ് തലേന്ന് ഊരി എല്ലാം ചുരുട്ടി വെച്ച് അടുത്ത ദിവസം എടുക്കുമ്പോ കുരുങ്ങിക്കിടക്കും. ഇതെങ്ങനെ കുരുക്കി, ആര് കുരുക്കി, ഒരു പിടിത്തമില്ല. ആപന്ന, മലയാളത്തിൽ പോലെ ഒരു ചീത്ത വാക്കുണ്ട്. പക്ഷെ അത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. പറയാമോ എന്നറിഞ്ഞൂടാ. ആപന്ന അല്ല, ആ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരും. പക്ഷെ സാൻസ്ക്രിറ്റ് വേർഡാണ്. ഞാൻ തമിഴ്നാട്ടിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങൾ ദേശീയം അല്പ ആ വേർഡില്ല. ഒരുത്തനെ ചീത്ത വിളിക്കുന്നത് സുള്ളാൻ എന്ന് തമിഴിൽ പറയാം. ഇപ്പൊ ഇല്ല. ഞാനത് ഭയങ്കര ചീത്തന്ന് പിന്നെയാണെങ്കിൽ ഭാഗവത്തിലുണ്ട്. ശരി, എനിവേ, ആപന്നഹ മഹാകുരുക്ക്. എന്ത് കുരുക്കാണ്? സംസാരം. ജനന മരണ സംസാര സാഗരം. ആപന്ന സംസ്കൃത ഘോരമായ കുരുക്കാണിത്. ഈ കുരുക്ക് എങ്ങനെ ഒരുത്തന്റെ തലയിൽ വീണെന്നോ, ഇത് എങ്ങനെ ഊരാം, ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഇത് എപ്പ എന്റെ തലയിലായി, ഇത് ഞാൻ എപ്പോ ഊരും, തിരിഞ്ഞു നോക്കുമ്പോ വയസ്സ് 60. അജാമിളന് സംഭവിച്ചതാ. 18 വയസ്സ് യുവാവായിട്ട് കാട്ടില് ചുള്ളിക്കമ്പ് പറക്കാൻ പോയ ഒരുത്തനാ. തിരിഞ്ഞു നോക്കിയപ്പോ വയസ്സ് 80, 10 മക്കള്, ജീവിതത്തിൽ 10 കൊലപാതകം, പിടിച്ചു പറി, എല്ലാം കഴിഞ്ഞു. അങ്ങനത്തെ കുരുക്കാണ് ഭൗതിക ജീവിതം. ആപന്ന സംശ്രുതി ഘോര, ഘോരമായ കുരുക്ക്. പിന്നെ അടുത്ത ലൈൻ, എന്നാമ വിവശോ ഗൃണൻ. ഗൃണൻ ജപിക്കുക. നാമത്തിനെ, ഭഗവത് നാമത്തിനെ എങ്ങനെ? അവശനായ രീതിയിൽ പോലും, ശ്രദ്ധയില്ലാതെ, ഒരു ശ്രദ്ധയില്ലാതെ ഒരു അവശൻ എങ്ങനെ ജപിക്കുന്നു, അങ്ങനെ ജപിച്ചാൽ പോലും തതഃ, അപ്പൊ തന്നെ, സദ്യ, ഉടൻ തന്നെ, വിമുച്യേത, മോക്ഷം കിട്ടും. യത് വിവേതി സ്വയം ഭയം, മഹാഭയത്തിൽ. യമൻ ഒരു ടീമുണ്ട്. യമധർമ്മന്റെ 2 സൈഡിൽ എപ്പോഴും 2 പേരുണ്ടാകും. ആർക്കെങ്കിലും അറിയാമോ അവരാരൊക്കെയാണ്? യമന്റെ 2 അസിസ്റ്റന്റ്മാർ ആരാണ്? ആർക്കെങ്കിലും അറിയാമോ? രാമായണത്തിൽ ആദ്യം വിവരിക്കുന്നുണ്ട് 2 പേര്. ഒന്ന് മൃത്യു, ഇനിയൊന്ന് കാല. യമൻ എവിടെ പോയാൽ ഈ 2 ഫ്രണ്ട്സിനെയും കൂടെ കൊണ്ടുപോകും. ഒന്ന് മൃത്യു, ഇനിയൊന്ന് കാലം. ഇവരുടെ പുറകെ കുറെ ശിങ്കിടികളുണ്ട്. അതിൽ ഒന്നാണ് ഭയം. ആ ഭയം പോലും ഭയന്നു പോകും. ഏത്? ഭഗവാന്റെ നാമം. നാമത്തിന്റെ മഹിമയാണ് ഇത് പറയുന്നത്. ആ ഭഗവാൻ ഏത് വ്യക്തിയെയും രക്ഷിക്കും. അതിന് 2 ഉദാഹരണം പറഞ്ഞു രാവിലെ. നരകത്തിലിരുന്നും ഭഗവാൻ രക്ഷിച്ചു കൊണ്ടുവന്നു, മോക്ഷം കിട്ടിപ്പോയ ആളെയും തിരിച്ചു കൊണ്ടുവന്നു. ഏതൊക്കെയാണ് ആ 2 ഉദാഹരണം? നരകത്തിൽ നിന്ന് ആരെ കൊണ്ടുവന്നു? ആരെ കൊണ്ടുവന്നു നരകത്തിൽ നിന്ന്?
ഗുരുവിന്റെ പുത്രന്മാരെ കൊണ്ടുവന്നു, ദേവകിയുടെ 6 മക്കളെ കൊണ്ടുവന്നു. മോക്ഷത്തിൽ നിന്ന് ആരെ കൊണ്ടുവന്നു? ബ്രാഹ്മണന്റെ 10 പുത്രന്മാർ. അതാണ് സന്താന ഗോപാലം കഥ. പൂർണ്ണത്രയേശ തൃപ്പൂണിത്തുറ ക്ഷേത്രം, എറണാകുളം ജില്ല. ആരെങ്കിലും പോയിട്ടുണ്ടോ? എറണാകുളം തൃപ്പൂണിത്തുറ. അതാണ് ആ വിഗ്രഹം. ആ 10 പേരെയും രക്ഷിച്ചിട്ട് ഭഗവാൻ വന്ന് ആ അർജുനന് 10 മക്കളെയും, ബ്രാഹ്മണന്റെ 10 മക്കളെയും തിരിച്ചു കൊടുക്കുകയും ഭഗവാൻ നാരായണൻ തന്നെ ഒരു മൂർത്തിയെ കൊടുത്തു. ആ മൂർത്തിയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിലുള്ളത്. ഓക്കെ, അടുത്തത് ശ്ലോക നമ്പർ 15. യത്പാദ സംശയാസൂതാം യത്പാദ സംശയാസൂതാം മുനയഃ പ്രശമായനാം മുനയഃ പ്രശമായനാം സദ്യ പുനന്തി ഉപസ്പൃഷ്ടാം സദ്യ പുനന്തി ഉപസ്പൃഷ്ടാം സ്വർധുനി ആപോ അനുസേവയാ സ്വർധുനി ആപോ അനുസേവയാ. ആരെങ്കിലും 1-2 പേര്? പ്രശംസായന സദ്യ പുനന്തി ഉപസ്പൃഷ്ടാഃ സ്വർധുനി ആപോ അനുസേവയാ. യത്പാദ ആരുടെ പാദങ്ങളെ, സംശ്രയാഹ ആശ്രയം, സം എന്ന് വാക്ക് ചേർത്താൽ ടോട്ടൽ, കീർത്തനം സങ്കീർത്തനം. ആ സം എന്ന് മുന്നിൽ ചേർത്ത് കഴിഞ്ഞാൽ ടോട്ടൽ. ആശ്രയം സമാശ്രയം എന്ന് വെച്ചാൽ പൂർണ്ണമായ ആശ്രയം. 4 പേര് കൂടി ചേർന്ന് ചെയ്താൽ കീർത്തനം. ഒരു 40 പേര് 100 പേര് കൂടെ ചേർന്ന് ചെയ്താല് സങ്കീർത്തനം. നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? 2 പേര് മേലെ ടെമ്പിൾ ഹാളിൽ ഞങ്ങൾ സങ്കീർത്തനം ചെയ്തു. അപ്പൊ ഗ്രാമാറ്റിക്കലി അത് തെറ്റാണ്. 2 പേര് ചെയ്താൽ സങ്കീർത്തനമാണോ? ഇല്ല, ഗ്രാമാറ്റിക്കലി തെറ്റാണ്. പക്ഷെ ഒരു വ്യക്തി ആനന്ദ പുളകിതനായി തുള്ളിച്ചാടി രോമാഞ്ചം വന്ന് കണ്ണീര് വന്ന് നാമം ജപിച്ച് ഉരുണ്ടാൽ അത് സങ്കീർത്തനമാണോ? ആ, അവിടെ അയാളുടെ ഭാവം അത്രയും മൾട്ടിപ്ലൈ ആയി. മനസ്സിലായോ വ്യത്യാസം? ഒറ്റയ്ക്ക് ചെയ്താൽ കീർത്തനം, കുറെ പേര് കൂടെ ചേർന്നാല് സങ്കീർത്തനം. എന്നാൽ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ ആനന്ദം കൊണ്ട് ആറാടി തുള്ളിച്ചാടി അയാൾ ഉരുണ്ട് കരഞ്ഞൊക്കെ ചെയ്താൽ അതും എന്താണ്? കാരണം പല ആൾക്കാരുടെ എഫക്റ്റ് അയാളിലുണ്ട്. മനസ്സിലായില്ലേ? യത്പാദ സംശ്രയ സമാശ്രയ, ആരുടെ പാദത്തിലെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ എല്ലാവരും ആശ്രയം എടുത്തിട്ടുണ്ടോ? ഹേ സൂത ഗോസ്വാമി, ഇവിടെ നല്ലോണം നോക്കണം. ഓരോ ശ്ലോകത്തിലും സൂത 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 എന്ന് വിളിക്കുന്നു. സൂത എന്ന് വെച്ചാല് വാക്കിന്റെ അർത്ഥം എന്താണ്? താഴ്ന്നവൻ, സൂതൻ. കർണനെ അങ്ങനെയല്ലേ വിളിച്ചത്? കർണനെ അവരെന്താ വിളിച്ചത്? ഹേ സൂതപുത്ര. കർണന് ഇഷ്ടപ്പെടും. സൂതൻ എന്ന് വെച്ചാൽ വളരെ താഴ്ന്നു. പക്ഷെ ആ വേർഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഇവരെല്ലാം ശാരീരിക ബോധത്തിനെ മറികടന്നവരാണ്. ഇപ്പൊ ഞാൻ ക്ലാസ് മുഴുവനും 10 പ്രാവശ്യം ഹേ കണ്ണാടിക്കാര പ്രഭു, ഹേ കണ്ണാടി പ്രഭു,
കണ്ണാടി പ്രഭു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടോ? ഒരിക്കലും ഇഷ്ടമല്ല, നമുക്ക് ഹേർട്ടാവും. പക്ഷെ ശരീരബോധം മറികടന്ന ആൾക്കാരായതുകൊണ്ട് സൂതൻ 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 എന്ന് പറയുമ്പോൾ അവരെ ഹേർട്ടാവില്ല. ഒരു വ്യക്തിക്ക് എത്രയ്ക്കും അഹം എന്ന ഭാവമുണ്ടോ അത്രയ്ക്കും ഇത് ചെയ്യും. അതായത് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട്, ഐ റബ്ഡ് ഹിസ് ഈഗോ. അവന്റെ അഹങ്കാരത്തിന് ഞാൻ ഒന്ന് ചൊറിഞ്ഞു വിട്ടു. അതാണ് കറക്റ്റ് മലയാളം. ഐ റബ്ഡ് ഹിസ് ഈഗോ. പൊട്ടിത്തെറിയുണ്ടാകും. അപ്പോ ഞാൻ എന്ന ഭാവം എത്രയ്ക്കും ഉയർന്നു നിൽക്കുമോ അത്രയ്ക്കും ഹേർട്ടിങ് ഉണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആരുടെ പാദം? അദ്ദേഹത്തിന്റെ പാദത്തിനെ ഒരുമിച്ച് ആശ്രയിച്ചിരിക്കുകയാണ്. മുനയഹ, അത് മനസ്സിൽ മുഴുവനും പൂർണ്ണമായി അദ്ദേഹത്തിനെ ധ്യാനിച്ച്. ഇവിടെ അദ്ദേഹം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെയാണ്, ഭഗവാനെ. കാരണം ഭഗവാന്റെ പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മുമ്പേ ഉള്ള ശ്ലോകങ്ങൾ. ദേവക്യാം വസുദേവസ്യ, ദേവകിയും വസുദേവന്റെ പുത്രനാണ്. അതുകൊണ്ട് അടുത്ത് വരുന്ന ശ്ലോകങ്ങളിൽ അദ്ദേഹം സദ്യ, വീണ്ടും അതേ വാക്ക് സദ്യ എന്ന് വെച്ചാൽ ഉടൻ തന്നെ, പുനതി പരിശുദ്ധനാകും, ഉപസ്പൃഷ്ട. അതിന്റെ അടുത്ത വരി സ്വർദുനി ആപോ അനുസേവയ. സ്വർദുനി, സ്വർഗത്തിലിരുന്ന് താഴോട്ട് വീണത്. ആപ എന്ന് വെച്ചാൽ വെള്ളം. അപ്പൊ അത് ആരെയാ പറയുന്നത്? സ്വർഗത്തിലിരുന്ന് താഴോട്ട് വീണ ആപ, വെള്ളം. ഈ ഒരു ബ്രാൻഡ് കുടിവെള്ളം ഇല്ലേ ഇംഗ്ലീഷിൽ, അതിന്റെ പേരെന്താണ്? അതിന്റെ ബ്രാൻഡ് നെയിം? ഈ മിനറൽ വാട്ടർ ബോട്ടിൽ ഇല്ലേ, ആഡഡ് മിനറൽസ്, ബിസ്ലറി. അതിൽ വേറെ ഒരു സാധനം ഉണ്ടല്ലോ, അക്വ. ഈ ഇറ്റാലിയോ ഫ്രഞ്ചിലോ ഏതോ ഭാഷയിൽ അക്വ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അക്വേരിയം ഒക്കെ പറയാറില്ലേ? ഈ അക്വ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ആപ എന്ന് പറയുന്ന സംസ്കൃത വാക്ക് അപ എന്ന് പറഞ്ഞാൽ വെള്ളം. ഭൂമി അപ്പോ അനലോ വായു കം. അപ എന്ന് പറഞ്ഞാല് വെള്ളം. APA, ആ പി തിരിച്ചിട്ടപ്പോ AQA, അക്വായി. അങ്ങനെയൊക്കെയാണ് അവരുണ്ടാക്കിയത്. അവര് അക്വ. അപ്പൊ ഇറ്റാലിയിലോ ഫ്രഞ്ചിലോ ഏതോ ഭാഷയിലോ അക്വ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം, അക്വേരിയം. സ്വർദുനി ആഭ, സ്വർഗത്തിലിരുന്ന് താഴോട്ട് വീണ വെള്ളം. സേവയ, അതിനെ സേവിച്ചാൽ. ഇവിടെ അനുസേവയ, അവിടെ അനു എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ വാക്കിന്റെ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും സേവിച്ചാൽ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഭഗവാനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ അക്ഷണമേ പരിശുദ്ധി ഉണ്ടാകും. ഗംഗ പോലും വീണ്ടും വീണ്ടും സേവിച്ചാലേ ശുദ്ധി ഉണ്ടാകുള്ളൂ. മനസ്സിലായോ? ഗംഗയെ പോലും വീണ്ടും വീണ്ടും ഗംഗയെ ഉപയോഗിച്ചാലേ ഒരാൾക്ക് പരിശുദ്ധി ഉണ്ടാകുള്ളൂ. പക്ഷെ ഭഗവാനെ ഒരു ക്ഷണം ഓർത്താൽ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടാകും? ശുദ്ധി. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തില് നാമത്തിന്റെ മഹിമ കണ്ടു. ഈ ശ്ലോകത്തില് ഭഗവാനെ സ്മരിക്കുന്നതിന്റെ മഹിമ കണ്ടു. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഭഗവാന്റെ നാമം ശ്രദ്ധയില്ലാതെ ഒരിക്കലും പറഞ്ഞാൽ, ഭഗവാന്റെ കീർത്തികൾ ഒരു തവണ വിചാരിച്ചാൽ, ഭഗവാനെ ഒരു തവണ സ്തുതിച്ചാൽ, എത്രയോ തവണ ഗംഗയിൽ മുങ്ങിയാൽ ഉണ്ടാകുന്ന പുണ്യത്തിനേക്കാളും ഇതിൽ അധികം ഉണ്ടാകും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ അടുത്ത ശ്ലോകം 16. കോവാ ഭഗവതസ്തസ്യ, കോവാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേദ്യ കർമ്മണഃ, പുണ്യശ്ലോകേദ്യ കർമ്മണഃ ശുദ്ധികാമോ ന ശൃണുയാത്, ശുദ്ധികാമോ ന ശൃണുയാത് യശക്കലിമലാപഹം, യശക്കലിമലാപഹം. കോ വാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേദ്യ കർമ്മണഃ
ശുദ്ധികാമോ ന ശൃണുയാത് യശകലിമലാപഹം. ആരെങ്കിലും ഒന്ന് രണ്ടുപേര് ശുദ്ധി കാമ. ശുദ്ധി എല്ലാവർക്കും അറിയാം. ശുദ്ധി കാമ, ശുദ്ധി ആഗ്രഹിക്കുന്നവൻ. എതിലിരുന്ന് ശുദ്ധി ആഗ്രഹിക്കുന്നവൻ? കലി മല. മല വെച്ചാൽ മാലിന്യം. മലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? മലം, മാലിന്യം. മാലിന്യത്തിന്റെ, കലികാലത്തിലുള്ള മാലിന്യത്തിന്റെ അപഹാരത്തിലിരുന്ന് ശുദ്ധി ആഗ്രഹിക്കുന്നവൻ. കലികാലത്തിന്റെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാല് കാമക്രോധാദികൾ 6 ആ മലം ബാധിച്ചതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാല് കലഹം, കാപട്യം. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കലിയുടെ മലം ആരെ ബാധിച്ചിരിക്കുന്നു, കലിമലം ആരെ അപകരിച്ചിരിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കാം? വഴക്കാളിയായിരിക്കും. പിന്നെ എന്താണ്? 2 കലഹം, കാപട്യം. പറ്റിക്കുന്നവനായിരിക്കും, ചതിക്കുന്നവൻ, വഞ്ചിക്കുന്നവൻ, ഒളിപ്പിക്കുന്നവനായിരിക്കും. 2ാമത്തെ ഗുണം എന്താണ്? വഴക്കാളിയായിരിക്കും. ഇത് രണ്ടുമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വഴക്കുണ്ടാക്കാത്ത ആൾക്കാര്? എല്ലാരും വഴക്കുണ്ടാക്കും. ഞാനൊരു തുറന്ന പുസ്തകമാണ്, എന്റെ ജീവിതത്തിൽ രഹസ്യമേ ഇല്ല, എന്നെ കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഇല്ല. കലിയുടെ മാലിന്യം ഇത് 2മാണ്. അതായത് ലക്ഷണം ഇത് 2മാണ്. കലഹവും കാപട്യം, ക്വാറൽ, ഹിപ്പോക്രസി. ഇത് 2ഉം വെളിയിൽ കാണുമെങ്കിൽ അകത്ത് 6 ഉണ്ട്. ഏത് 6? കാമക്രോധ മോഹ ലോഭ മതം. ഇത് 6ഉം അകത്തുള്ളത് കൊണ്ടാണ് 2 പുറത്ത് കാണുന്നത്. ഏത്? കലഹവും കാപട്യം. അപ്പൊ ഈ കലികാലത്തിന്റെ മാലിന്യം എത്ര പേരെ ബാധിച്ചിട്ടുണ്ട്? എല്ലാരെയും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശുദ്ധികാമഹ, ശുദ്ധി ആഗ്രഹിക്കുന്നു. ആരെ കുറിച്ച്? ശൃണുയാത്. എന്ത് ചെയ്യണം? ശുദ്ധി ആഗ്രഹിക്കുന്നവൻ നിരന്തരം കേൾക്കുന്നു. യശഃ. ആരുടെ യശസ്? യശസ് എന്ന് വെച്ചാല് ഐശ്വര്യം. ആരുടെ യശസ്സാണ്? പുണ്യശ്ലോകേദ്യക, പുണ്യശ്ലോകം കൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരൊക്കെ അന്ന് കാലത്ത് എന്തെങ്കിലും ഒരു നേടിക്കഴിഞ്ഞാല് അവിടെ രാജസദസ്സിൽ കുറെ കവികൾ ഒരു 2 പാട്ട് ചെയ്തു. രാജാവ് വടക്കേ പോയി വഞ്ചിനാടിനെ തോൽപ്പിച്ചു, ഒരു 10 പാട്ട് രാജാവിനെ കുറിച്ച്. ഇടത്തേക്ക് പോയി വേനാടിനെ തോൽപ്പിച്ചു, ഉടനെ ഒരു 10 പാട്ട്. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ ഇതിനു വേണ്ടി കുറച്ചുപേരെ അപ്പോയിന്റ് ചെയ്ത് വെച്ചേക്കും. എന്തിനാണ്? രാജാവിനെ സ്തുതിച്ച് പാട്ട് പാടാൻ. നമ്മുടെ ആൾക്കാരും അങ്ങനെയാണ്. പരിപാടിക്കൊക്കെ പോകുമ്പോൾ, ഞങ്ങൾ ക്ലാസ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാമയിലൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് 10 പേരെ ഫ്രണ്ടിൽ ഇരുത്തിക്കും. എന്തിനാണ്? 5-5 മിനിറ്റ് കൂടുമ്പോ കയ്യടിക്കാൻ. അപ്പൊ ഈ ഫ്രണ്ടിലുള്ള 10ഉം കയ്യടിക്കുമ്പോ ബാക്കിലുള്ളവരൊക്കെ എന്ത് ചെയ്യും? കയ്യടിയോടെ കയ്യടിയാണ്. സിനിമാ നടന്മാരൊക്കെ അങ്ങനെയല്ലേ? സിനിമയിലെ പാട്ടിലൊക്കെ ഹീറോ നടന്നു വരുമ്പോ അതിനെ കുറിച്ചൊക്കെ ഒരു ഗ്ലോറിഫിക്കേഷൻ പാട്ടൊക്കെ ഇല്ലേ? ഇത് എത്ര കേട്ടാലും മടുക്കും. പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നു, സ്പിരിച്വൽ ഗ്ലോറിഫിക്കേഷൻ ഈസ് ഡൈനമിക്, മെറ്റീരിയൽ ഈസ് സ്റ്റാറ്റിക്. ഇപ്പൊ നമ്മൾ ഭഗവാന്റെ കഥകൾ, ഭഗവാൻ വെണ്ണ മോഷ്ടിച്ച കഥകൾ, ആ കഥ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഭഗവാൻ വെണ്ണ മോഷ്ടിച്ച കഥ എല്ലാരും കേട്ടു. എത്ര തവണ കേട്ടു? നമുക്കേ അറിഞ്ഞിട്ട. എല്ലാ കാർത്തിക മാസവും അതേ കഥ ഞാൻ ഒരു 50 പ്രാവശ്യമെങ്കിലും പറയും.
ഓരോ കാർത്തിക മാസത്തിൽ. അടുത്ത കാർത്തിക മാസം കൃഷ്ണ കഥ മാറ്റി പറയാൻ പറ്റുമോ? കൃഷ്ണന്റെ പേര് മാറ്റി രാവണം എന്ന് വെണ്ണ മോഷ്ടിച്ച് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അതേ കഥ ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ കേൾക്കുന്നവരും ചിരിച്ചോണ്ടിരിക്കും, പറയുന്നവരും ചിരിച്ചോണ്ടിരിക്കും, മടുപ്പില്ല. എന്തുകൊണ്ടാണ്? പുണ്യശ്ലോകം. ആരെക്കുറിച്ചാണ് അതൊക്കെ? ഭഗവാൻ. ഇതേ ഒരു ഗംഭീരം സിനിമയാകട്ടെ, നമ്മൾ എത്ര തവണ തിരിച്ചും മറിച്ചും കാണും? ഒരു 1 or 2. ചില ഭ്രാന്തന്മാരുണ്ട്, ഈ ഹീറോയുടെ ഭ്രാന്തന്മാർ 5, 8, 10 കാണുന്നു. അരഭ്രാന്തന്മാർ. അവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ചേർക്കണം. കാരണം ആ സിനിമ നായകൻ തന്നെ പറഞ്ഞു, ഞാനേ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. എത്ര തവണ ഒരു സിനിമ കാണും? അത് മടുക്കും, കുറച്ച് കഴിയുമ്പോൾ മടുക്കും. മെറ്റീരിയൽ ടോപ്പിക്സ് എല്ലാം സ്റ്റാറ്റിക്കും, സ്പിരിച്വൽ ടോപ്പിക്സ് എല്ലാം ഡൈനമിക്കും, ഊർജസ്വരമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് ഞങ്ങൾ അപ്പൊ ഇവിടെ നല്ല രസത്തിലാണ് ആ ഋഷിമാര് ചോദിക്കുന്നത്. കോവ ഇവിടെ എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ആരാ ഈ കലികാലത്തിൽ ഭഗവാന്റെ മഹിമകൾ കേട്ട് മുക്തനാവാൻ ആഗ്രഹിക്കാത്തത്? ആ സ്റ്റേറ്റ്മെന്റിനെ ഇവര് വേറെ രീതിയിലാ പറഞ്ഞിരിക്കുന്നത്. കലികാലത്തിൽ ഭഗവാന്റെ സ്തുതികൾ കേട്ട് മുക്തരാകാം എന്ന് പറയുന്നതിന് ഋഷിമാർ അതിന്റെ വോയിസ് മാറ്റി. എങ്ങനെ? ആരാ കലികാലത്തിൽ ഭഗവാന്റെ സ്തുതികൾ കേട്ട് മുക്തരാവാത്തത് എന്ന് വെച്ചാൽ കലികാലത്തിന്റെ ഭഗവാന്റെ സ്തുതികൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതെല്ലാം വേസ്റ്റ് സാധനം എന്നർത്ഥം. അതേ ചോദ്യത്തിനെ അവർ തിരിച്ചിട്ടു. ഓക്കെ, അത് കഴിഞ്ഞാല് നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഉദ്ധവരെ ആര് കാണാൻ? ആ പെയിന്റിങ് ഇസ്കോണിലുണ്ട്. ഉദ്ധവരെ കാണാൻ പോകുന്ന സമയത്ത് പെയിന്റിങ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉദ്ധവ വൃന്ദാവനത്തിൽ എത്ര പേര് പോയിട്ടുണ്ട്? എല്ലാരും പോയിട്ടുണ്ട്. ഉദ്ധവ കൊണ്ട് പോയിട്ടുണ്ടോ? ഉദ്ധവ കൊണ്ട് വൃന്ദാവനത്തില്, അതായത് ഇന്നും അവിടെ ഉദ്ധവര് വന്നു ഒരു പുൽക്കൊടിയായി ഇരിക്കുന്നു എന്നാണ്. നെറ്റും ഇല്ല. ഈ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഉദ്ധവര് പുല്ലിലിരുന്ന് എണീറ്റ് വരുന്നത്. ഇങ്ങനെ ഒരു പെയിന്റിങ് സ്കോണിൽ കണ്ടിട്ടുണ്ടോ? ഉദ്ധവര് പുല്ലിൽ നിന്ന് എണീറ്റ് വരും. പുല്ലിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരും. അതായത് കലികാലം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോ രാജാവായിട്ട് ഇവർ രണ്ടുപേരും, പരീക്ഷിത്തും പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെറുമകനല്ല, ചെറുമകന്റെയും മകൻ ആരാണ്? കൃഷ്ണ ഭഗവാന്റെ മകൻ പ്രദ്യുമ്നന്റെ മകൻ അനിരുദ്ധന്റെയും മകൻ ആരാണ്? വജ്രനാഭ മഹാരാജ. അപ്പൊ വജ്രനാഭ മഹാരാജ ഇവിടെ ഭരിക്കുന്നു, ഇന്ദ്രപ്രസ്ഥത്തില് പരീക്ഷിത്ത് ഭരിക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു ദിവസം കണ്ടുമുട്ടി ഭഗവാനെ കുറിച്ച് ഇങ്ങനെ വിലപിക്കും. പരീക്ഷിത്ത് പറയാ, എന്റെ പൂർവികർ, എന്റെ മുതുമുത്തശ്ശന്മാരെല്ലാം മഹാഭാഗ്യവാന്മാരാ, പാണ്ഡവരാവര്. സദാസമയം കൃഷ്ണ ഭഗവാന്റെ കൂടെ ലീലകളിൽ ഒത്തുചേർന്ന് കളിക്കുകയും കുളിക്കുകയും എല്ലാം ആസ്വദിക്കുകയും ചെയ്തു. ഉടനെ വജ്രനാഭം പറയും, എന്റെ മുത്തശ്ശൻ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഈ ലീല ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും ഭഗവാനെ കുറിച്ച് സംസാരിച്ച് വിലപിക്കാൻ അറിയുന്നല്ലാതെ ഇവർക്ക് ആർക്കും തന്നെ ഭഗവാനെ നേരിട്ട് കാണാനോ ഇനി നേരിട്ട് കണ്ടവരെ കാണാനോ ഉള്ള ഭാഗ്യമില്ലായിരുന്നു. അങ്ങനെ ഉത്തര ഉപദേശിച്ചതിനനുസരിച്ച് വജ്രനാഭ മഹാരാജാവും പരീക്ഷിത്തും വൃന്ദാവനത്തിൽ ഉദ്ധവക്കുണ്ടിൽ വന്ന് ഈ ഭഗവാന്റെ ലീലകളെല്ലാം, അതായത് അതും ഒരു ഭാഗവതമാണ്, സ്തുതിച്ച് വിലപിച്ച് വിരഹത്തിൽ ദുഃഖത്തിൽ കരയുമ്പോ പുല്ലായിരുന്ന ഉദ്ധവര് ആ പുല്ലിലിരുന്ന് എണീച്ചു വന്ന് ഇവർക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്തു എന്നാണ്. ഞാൻ രാവിലെ പറഞ്ഞു, ഇപ്പൊ ഭഗവാൻ പ്രത്യക്ഷമായി ഇല്ല, പക്ഷെ ഭഗവാനെ ഇതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഭാഗവതത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്, പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഈ ഭാഗവത പുസ്തകം എന്താണ്? പ്രത്യക്ഷത്തിൽ ആരാണ്? കൃഷ്ണൻ തന്നെയാ. അതുകൊണ്ടാണ് പ്രഥമ സ്കന്ധത്തിന് പാദമായിട്ട് അങ്ങനെ ഒരു വിവരണം കേട്ടിട്ടില്ലേ?
ആദ്യത്തെ സ്കന്ധം രണ്ട് സ്കന്ധം പാദം, പിന്നെ അടുത്ത 2 സ്കന്ധം മുട്ട്, പിന്നെ തൊട, അരക്കെട്ട്, മാറ്, മുഖം, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ഇത് പ്രത്യക്ഷ കൃഷ്ണ ഭഗവാൻ തന്നെയാ ഭാഗവതം. അപ്പൊ ഭാഗവതത്തിനെ വിനയത്തോട് സമീപിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭാഗവതത്തിൽ കൂടെ ആരുടെ ദർശനം കിട്ടും? ഭഗവാന്റെ ദർശനം നമുക്ക് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് 17ാമത്തെ ശ്ലോകം. തസ്യ കർമാണി ഉദാരാണി, തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂരിഭിഃ, പരിഗീതാനി സൂരിഭിഃ ബ്രൂഹിന ശ്രദ്ധധാനാനാം ലീലായാ ദദക്കലാം, ലീലായാ ദദക്കലാം. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കുക. ഇതും അടുത്ത ശ്ലോകം 17ഉം 18ഉം. ഓക്കെ, ഇതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചു നോക്കൂ. അവര് ചോദിക്കാണ്, ഭഗവാനെ കുറിച്ച് മാത്രമല്ല ഭഗവാന്റെ വിവിധ തരം അവതാരങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് അറിയണം. ഞാൻ വീണ്ടും വരാം. 17ാമത്തെ ശ്ലോകത്തിൽ 4ാമത്തെ ചോദ്യം, ഭഗവാനെ കുറിച്ച് മാത്രമല്ല ഞങ്ങൾക്ക് ഭഗവാന്റെ എന്താണ് അറിയേണ്ടത്? വിവിധ തരം അവതാരങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് അറിയണം. അവിടെ പോയില്ല, എഴുതിയിട്ടില്ല, കിട്ടൂല. ശരി, അടുത്തത് 18ാമത്തെ ശ്ലോകം. അഥാഖ്യാഹി ഹരേർദീമൻ, അതഖ്യാഹി ഹരേർദീമൻ അവതാര കഥാശുഭാൻ ലീലാ വിദതഃ സ്വൈരം ഈശ്വരസ്യാത്മമായയാ. ഇവിടെയും പലവിധமான അവതാരങ്ങൾ. അപ്പോ 3ാം 4ാമത്തെ ചോദ്യവും ഋഷിമാർ അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. 5ാമത്തെ ചോദ്യവും ഋഷിമാര് അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. റൈറ്റ്, മനസ്സിലായോ? പക്ഷെ ആചാര്യന്മാർ ഇതിനെ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ പുരുഷ അവതാരങ്ങളെ കുറിച്ചും 5ാമത്തെ ക്വസ്റ്റ്യൻ ലീലാവതാരങ്ങളെ കുറിച്ചുമാണ് എന്ന് അവർ വിഭജിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആ ട്രാൻസ്ലേഷൻ 1ഓ 2ഓ തവണ വായിക്കൂ. എവിടെയെങ്കിലും ലീലാവതാരം പുരുഷ അവതാരം എന്നൊരു വിഭജനം, ഒരു വ്യത്യാസം അവിടെ ഉണ്ടോ? 2 മിനിറ്റ് സമയം തരാം. ശ്ലോകം നമ്പർ 17ഉം 18. 17ലും പലവിധ അവതാരങ്ങളെ കുറിച്ചാണ് ഋഷിമാര് ചോദിക്കുന്നത്. 18ലും പലവിധ അവതാരങ്ങളെ കുറിച്ചാണ് ഋഷിമാര് ചോദിക്കുന്നത്. 18ൽ ലീല എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ 17ൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഋഷിമാര് അതിനെ ഗുണാവതാരമെന്നും 18നെ ലീലാവതാരം എന്നും രണ്ടും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ വിവർത്തനം 2-3 തവണ വായിക്കൂ. ആൻസർ കിട്ടിയോ? ഹരിപ്രിയ മാതാജി, കിട്ടിയോ ആൻസർ? 17നെ എന്തുകൊണ്ട് ഗുണാവതാരത്തിന്റെ ക്വസ്റ്റ്യൻ എന്നും 18നെ എന്തുകൊണ്ട് ലീലാവതാരം. ശരി, ആദ്യം നമ്മൾ തുടങ്ങാം. ഭഗവാനിന് 6 വ്യത്യസ്തമായ അവതാരങ്ങളുണ്ട്. ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങിയാൽ ശരിയാവും. വ്യത്യസ്തമായ 6 അവതാരങ്ങളുണ്ട്. ലീലാവതാരം, ഗുണാവതാരം, മന്വന്തര അവതാരം, ശക്തി ആവേശ അവതാരം, പിന്നെ പുരുഷ അവതാരം, പിന്നെ ഒന്നുകൂടെ ബുദ്ധ അവതാരം, യുഗാവതാരം. ഓക്കെ, ഇങ്ങനെ പല തരത്തില് യുഗങ്ങൾ തോറും അവതരിക്കുന്നതിനെ യുഗാവതാരം, ഒരു മന്വന്തരത്തിൽ ഒരിക്കൽ അവതരിക്കുന്നതിനെ മന്വന്തരം. മന്വന്തരം എന്ന് പറയുമ്പോൾ 71 ചതുർയുഗങ്ങൾ ഒരു മന്വന്തരം. ഗുണാവതാരം എന്ന് പറയുമ്പോൾ 3 ഗുണങ്ങൾ, സത്വ രജസ് തമസ്. അത് 3 പേര് ആരൊക്കെയാണ്?
ഭഗവാന്റെ 3 ഗുണാവതാരങ്ങൾ ആരൊക്കെയാണ്? സത്വ, രജസ്, തമസ്. ആരൊക്കെയാണ് 3 ഗുണാവതാരങ്ങള്? ബ്രഹ്മ, വിഷ്ണു. ഓക്കെ. ലീലാവതാരം നരസിംഹം, വരാഹം, രാമ എല്ലാം ലീലകളാടാൻ വന്നതാണ്. ശക്തി ആവേശ സാധാരണ ജീവാത്മാവാണ്, എന്നാൽ ഭഗവാന്റെ ശക്തി എടുത്തിട്ട് വന്ന അവതാരം പരശുരാമൻ ഒക്കെ പറയാം. ഇങ്ങനെ 6 വ്യത്യസ്തമായ അവതാരങ്ങളുണ്ട്. ശരി, 18-ാം ശ്ലോകത്തില് പുരുഷ അവതാരത്തിനെ കുറിച്ചാണ് അവര് ചോദിക്കുന്നതെന്നും 17-ൽ പുരുഷ അവതാരത്തിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നതെന്നും 18-ൽ ലീല അവതാരത്തിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് എങ്ങനെ മനസ്സിലായി? 18 പിന്നെയും നമുക്ക് മനസ്സിലാകും. 18-ാമത്തെ ശ്ലോകം എടുത്തോളൂ. അഥക്യാഹി ഹരേർദീമൻ അവതാരകഥാശുഭ. ശുഭമായ മംഗളമായ ഭഗവാന്റെ അവതാര കഥകൾ ലീലാവിധതഃ സ്വൈരം ഈശ്വരസ്യാത്മമായയാ. അവിടെ ലീല എന്ന വാക്കുണ്ട്, അതുകൊണ്ട് ലീലാവതാരങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ് 18. എന്നാൽ 17 പുരുഷ അവതാരമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് ചോദിക്കുന്നത് അതിന്റെ സെക്കൻഡ് ലൈനിൽ നോക്കും. തസ്യ ഭഗവാന്റെ, കർമാണി ഭഗവാന്റെ ലീലകൾ, ഉദാരാണി ഉദാരമായ മഹാമനസ്കൻ. ഉദാരം എന്ന് വെച്ചാൽ മഹാമനസ്കൻ. ഭഗവാന്റെ ഉദാരമായ ലീലകൾ. പരിഗീതാനി, അതിനെ ഗീതം എന്ന് പറഞ്ഞാല് എന്താ പറയാ? ഗീതം എന്ന് പറഞ്ഞാല് പാട്ടല്ല. ആക്ച്വലി ഗീതം എന്ന് പറഞ്ഞാല് എന്താ പറയാ, പാട്ട് തന്നെ, പക്ഷെ അതിനെ പാടി അറിയിക്കുക, അതാണ് ഗീതം. പരിഗീതാനി ഭഗവാന്റെ മഹിമകൾ പ്രചരിപ്പിക്കുന്ന സുരിബിഹി. ഇവിടെ പ്രഭുപാദർ സുരി എന്ന് പറയുന്നതിനെ നാരദ എന്ന് ട്രാൻസ്ലേഷനിൽ എഴുതിയിട്ടുണ്ട്. ട്രാൻസ്ലേഷനിൽ എന്ത് പേരാ കൊടുത്തിരിക്കുന്നത്? നാരദ. ശ്ലോകത്തിൽ നാരദനുണ്ടോ? ശ്ലോകത്തിൽ ദേവന്മാരെന്നേ ഉള്ളൂ. പക്ഷെ പ്രഭുപാദർ എഴുതുന്നതിന് പല അർത്ഥം കാണും. ശ്ലോകത്തിൽ ദേവന്മാർ. ഇപ്പൊ ഇവിടെ ദേവന്മാരാണ് ഇത് സംസാരിക്കുന്നത്, നല്ലോണം ശ്രദ്ധിച്ചോളണം. ദേവന്മാർക്ക് ആര് വരെയാണ്? കൃഷ്ണ ഭഗവാൻ, അത് കഴിഞ്ഞ് വൈകുണ്ഠത്തിൽ നാരായണന്മാർ, അത് കഴിഞ്ഞ് ഭൗതിക ലോകത്തിൽ വിഷ്ണുമാർ. നല്ലോണം ശ്രദ്ധിക്കണം. ഈ ഭൗതിക ലോകത്തിലാണ് 3 വിഷ്ണുമാരുള്ളത്. ആരാണ് ഈ 3 വിഷ്ണുമാര്? കാരണോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇവർ 3 വിഷ്ണുമാരും ഭൗതിക ലോകത്തിലാണ്. വൈകുണ്ഠ ലോകത്തിലാണ് ആരുള്ളത്? നാരായണന്മാർ. ഗോലോകത്തിലാണ് ആരുള്ളത്? കൃഷ്ണൻ. മനസ്സിലായോ? കൃഷ്ണ ഭഗവാൻ എവിടെയാ? ഗോലോകത്തിൽ. വൈകുണ്ഠത്തിൽ ആരാ? ഭൗതിക ലോകത്തിൽ ആരാ? വിഷ്ണു. ഇപ്പൊ ഭൗതിക ലോകത്തിൽ നാരായണനുണ്ടോ? ഇല്ല. വൈകുണ്ഠത്തിൽ വിഷ്ണു ഉണ്ടോ? ഇല്ല. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം. ദേവന്മാർക്ക് ബ്രഹ്മാവ് ഉൾപ്പെടെ വിഷ്ണു വരെ പോകാൻ പറ്റൂ. ബ്രഹ്മാവിന് പോലും വിചാരിച്ചാൽ എവിടെ പോകാൻ പറ്റില്ല? വൈകുണ്ഠത്തിൽ പോകാൻ പറ്റില്ല. ബ്രഹ്മാവിന് പോലും വിചാരിച്ചാൽ വൈകുണ്ഠത്തിൽ എത്താൻ പറ്റില്ല. ബ്രഹ്മാവിന് പോലും ക്ഷീരസാഗരം വരെ ചെല്ലാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് ആ പാർക്കടലിലെല്ലാം ആ ക്ഷീരസാഗരത്തിൽ തലയും കുനിഞ്ഞ് ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം പുരുഷമേവേദകം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വസ്യേഷാനഃ യദ്ദന്നേനാതിരോഹതി എന്ന് സ്തുതിച്ചാൽ പാൽക്കടൽ ക്ഷീരസാഗരത്തിൽ നിന്ന് ഒരാൾ അന്ന് പൊങ്ങി വരും കാണാനായി. ഇത്രയും പോയി കോളിംഗ് ബെൽ അടിക്കണം. വീട്ടിൽ പോയി ടിങ്ങെന്ന് അടിക്കുന്ന പോലെയല്ല, മുട്ടും കുത്തി ഇരുന്ന് മൊത്തം പുരുഷശുക്തം പാടിയാലേ ആര് പൊങ്ങി വരുള്ളൂ? ക്ഷീരോദകശായി. അതും കഴിഞ്ഞ് വീണ്ടും 2 വിഷ്ണുമാരുണ്ട്. ആര്?
ഗർഭോദകശായി വിഷ്ണുവും. അപ്പൊ ദേവഗണങ്ങൾക്ക് പോലും എതുവരെയേ പ്രവേശനമുള്ളൂ? ക്ഷീരസാഗരം വരെയേ അവർക്ക് പ്രവേശനമുള്ളൂ. ഇപ്പൊ ബ്രഹ്മ വിചാരിച്ച നാളെ കൃഷ്ണനെ കാണണം, നാരായണനെ കാണണം, നരസിംഹത്തെ ഒന്നും നടക്കില്ല. അവർക്കൊന്നും പോവാൻ പറ്റില്ല. ആ ദേവഗണങ്ങൾ സ്തുതിച്ചത് കൊണ്ട് ജീവഗോസ്വാമി പറയുന്നു അവതാരം എന്ന് അവരാവശ്യപ്പെടുന്നത് ഈ പുരുഷ അവതാരം 3 മനസ്സിലായോ? വ്യക്തമായോ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നതെന്ന്? ഈ ശ്ലോകത്തിനെ പ്രാർത്ഥിക്കുന്നവരാരാണ്? ദേവഗണങ്ങൾ, സുരഭിഹി, സുരന്മാർ, ദേവഗണങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദേവഗണങ്ങൾക്ക് ക്ഷീരസാഗരം വരെയേ പോകാനുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്ന് അവർ പ്രാർത്ഥിച്ചത് കൊണ്ട് ജീവഗോസ്വാമി പറയുന്നു അവർ പുരുഷ അവതാരങ്ങളെ കുറിച്ചാണ് സ്തുതിക്കുന്നത്. പുരുഷ അവതാരങ്ങൾ ആരൊക്കെയാണ്? നല്ല കഥയായി. ശരി, മൊത്തം 6 ടൈപ്പ് അവതാരം ഏതൊക്കെയാണ് ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. 6 മന്വന്തര അവതാരം, ഗുണാവതാരം, ലീലാവതാരം, ശക്തിയാവേശവതാരം, യുഗാവതാരം, പുരുഷാവതാരം. ഗുണാവതാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. പുരുഷാവതാരം എന്ന് പറഞ്ഞാല് കർഗോദകശായി വിഷ്ണു, കാർണോദകശായി വിഷ്ണു. അപ്പൊ 4ാമത്തെയും 5ാമത്തെയും ചോദ്യങ്ങള് ഈ 2 വ്യത്യസ്തമായ അവതാരങ്ങളെ കുറിച്ചാണ്. ശരി, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ഇനി ആദ്യം തൊട്ട് പോകാം. കൃഷ്ണസേവ പ്രഭു മൊത്തം എത്ര ചോദ്യമാണ്? ആദ്യ ചോദ്യം. ഫസ്റ്റ് 2 ചോദ്യം എന്താണ്? നോക്കി പറയൂ. അൾട്ടിമേറ്റ് ഗുഡ് എന്താണ്? ശാസ്ത്രങ്ങളുടെ എസൻസ് എന്താണ്? സാരം എന്താണ്? ശരി, അടുത്ത 3 ക്വസ്റ്റ്യൻ ആരാ പറയുന്നത്? അടുത്ത 3 ക്വസ്റ്റ്യൻ ആർക്ക് പറയാൻ പറ്റും? അരുവിക്ക് പറയാൻ പറ്റുമോ? അടുത്ത 3 ക്വസ്റ്റ്യൻ ആരാ പറയാ? കൈ ഉയർത്തു, ഒരുമിച്ച് സൗണ്ട്. പറയൂ, അടുത്ത 3 ക്വസ്റ്റ്യൻ പറയൂ. കറക്റ്റ്. പിന്നെ ലീലാവതാരം. ഇത് 3 ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് ഇത് ഡിസ്കസ് ചെയ്യുമ്പോ കൃഷ്ണ ഭഗവാൻ അവിടെ ഉണ്ടോ ഇല്ലേ ഭൂമിയിൽ? ഇവര് തമ്മിൽ ഈ ചർച്ചയൊക്കെ നടക്കുമ്പോ കൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ ഉണ്ടോ ഇല്ലേ? പോയി. കാരണം ഭഗവാൻ പോയതിനു ശേഷം ശുഖമഹർഷിയും പരീക്ഷത്തും സംസാരിക്കുന്നത്. അതും കഴിഞ്ഞാണ് സൂത്തമ. അപ്പൊ കൃഷ്ണനില്ല. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഭഗവാൻ ഇപ്പൊ ഇല്ല. അപ്പൊ ധർമ്മം എവിടെ പോയി? ധർമ്മം എവിടെയാ പോയി ശരണാഗതി എടുത്തിരിക്കുന്നത്? ഇപ്പൊ ധർമ്മം എവിടെ? കൃഷ്ണ ഭഗവാൻ ഇല്ല. ഇപ്പൊ ധർമ്മം എവിടെയാ പോയി ശരണാഗതി എടുത്തിരിക്കുന്നത്? എവിടെ? ഭാഗവതം. കറക്റ്റ്. പക്ഷെ നമ്മൾ ആ ആൻസറിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ശ്ലോക നമ്പർ 19. ക്ഷമയുണ്ടോ? ഇനി ഒരു അരമണിക്കൂർ ക്ഷമയുണ്ടോ? അല്ല, നിർത്തി കണ്ടിന്യൂ ചെയ്യണോ? 19. വയം തുന വിതൃപ്യാമാം, വയം തുന വിതൃപ്യാമാം ഉത്തമ ശ്ലോക വിക്രമേ, ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പിന്നെ ഒരു സദസ്സിന്റെ അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ നിർത്തട്ടെ എന്ന് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു നിർത്തണ്ട. പക്ഷെ അത് ഹൃദയം കൊണ്ട് പറഞ്ഞതല്ല. ഒരു സദസ്സിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ ഇത് തന്നെയാണ് ഇവിടെ ഋഷിമാര് പറയുന്നത്. യശൃണ്വതാം രസജ്ഞാനം സ്വാദു സ്വാദു പദേ പദേ. വയം, ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു?
ഞങ്ങൾക്ക് ഋഷി ഒരു പണിയുമില്ല. ഞങ്ങൾ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നത് ആരാ? സൂത മഹർഷിയാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോട് വിശ്രമിച്ച് ശാന്തിയും സമാധാനത്തോടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. അതും ആരെക്കുറിച്ചാണ്? ഉത്തമ ശ്ലോക വിക്രമേ, ഏറ്റവും ഉയർന്ന ആ മഹാത്മാവിനെ കുറിച്ച് ഒരു അശാന്തിയും ഇല്ലാതെ, ഒരു സങ്കടവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ സമാധാനമായി ഇരുന്ന് അവിടെ കേൾക്കുകയാണ്. പക്ഷെ എന്താണ്? അത് കേൾക്കും തോറും രസം, അതിന്റെ സ്വാദ്, അതിന്റെ ഇതും ആനന്ദം, ജ്ഞാനം, സ്വാദ് ഓരോ പദം വെച്ച് കേൾക്കും തോറും കൂടിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? പതേ പതേ ഓരോ ചുവടുവയ്പ്പിലും സ്വാദു ഭയങ്കര ആസ്വാദ്യകരമാണ്. അപ്പൊ ഇവിടെ രണ്ട് പ്രാവശ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാല്, സന്തോഷം കൂടിയ 2 തവണ 3 തവണയൊക്കെ പറയും. ഉച്ചക്ക് കഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം 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 കൊള്ളാം. അത്ര കൊള്ളാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൊള്ളാം. കഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളൂല്ല. അപ്പൊ 2-3 തവണ നിന്റെ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ, നിന്റെ ഷർട്ട് നന്നായി 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ ഒരു സ്വാദ് പറഞ്ഞാൽ മതി. പക്ഷെ അവര് കൃഷ്ണ ഭഗവാന്റെ കഥകൾ കേൾക്കാനായി ഉത്സുകരായി ആനന്ദത്തിൽ സ്വാദു പതേ പതേ ഓരോ ചുവടുവെപ്പിലും അവരുടെ സ്വാദ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആദ്യം തൊട്ട് ഇതിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാല്, ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഒരു ക്ഷീണവും ഇല്ല. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ശാന്തിയും സമാധാനമായിട്ടിരുന്ന് അങ്ങയുടെ കഥകൾ, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതും ഉത്തമ ശ്ലോക വിക്രമേ, ഉയർന്ന ശ്ലോകങ്ങളും സ്തുതികളും കൊണ്ടാണല്ലോ ഭഗവാനെ സ്തുതിച്ചിരിക്കുന്നത്. ഇത് കേൾക്കും തോറും ഭഗവാന്റെ അടുത്തുള്ള സ്വാദ് കൂടും. അല്ലെങ്കിൽ ഇത് ആര് കേട്ടാലും, യക്ഷൺവതാം, ആര് കേട്ടാലും അവർക്ക് എന്ത് കൂടും? ഭഗവാന്റെ അടുത്തുള്ള സ്വാദ് കൂടും എന്നുള്ളതാണ് ഇവിടത്തെ ഇത്. അതാണ് ഇതിന്റെ ഭാവാർത്ഥത്തിലാണ് പ്രഭുപാദർ എഴുതിയിരിക്കുന്നത്. ഭൗതിക വിഷയം കുറച്ച് കഴിയുമ്പോൾ മടുക്കും. ആൾക്കാരെയും മടുക്കും, അവരിൽ നിന്ന് കിട്ടുന്ന സുഖവും മടുക്കും, ബന്ധങ്ങളും മടുക്കും. ഭൗതിക ലോകത്തിൽ എല്ലാം കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാകും? മടുപ്പ് തട്ടും. ആധ്യാത്മികം ആഴത്തിൽ ഇറങ്ങുന്തോറും അതിന്റെ അന്ത്യം കാണാൻ പറ്റില്ല. അതിങ്ങനെ നമ്മള് എന്താ പറയാ, അതിന്റെ ഇളക്കി, പൂവിന്റെ ഇതൾ ഇളക്കി 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 അകത്ത് പോകുന്നത് പോലെ അതിന്റെ സ്വാദ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ശ്ലോകത്തിന് ഒരു മഹാരാജ് ഉദാഹരണം പറഞ്ഞപ്പോ 2-3 ഭഗവാന്റെ ലീലകൾ പറഞ്ഞു. നിങ്ങളിൽ എത്ര പേരാണ് മായാപൂർ പോയിരിക്കുന്നത്? എല്ലാരും പോയിരിക്കും. മായാപൂരില് നിങ്ങൾ രാധാമാധവ അഷ്ടസഖിയെ കണ്ടിട്ടുണ്ടോ? 8 പേരുണ്ടാകും, 8-10 പേരുണ്ടാകും. അവരുടെ മുമ്പേ കുട്ടി ഒരു രാധാകൃഷ്ണ വിഗ്രഹം, രാധാമാധവ് വിഗ്രഹം ഉണ്ടാകും. ഈ വിഗ്രഹം പ്രഭുപാദർക്ക് ഗുജറാത്തിൽ വെച്ച് കിട്ടിയതാണ്. ഗുജറാത്തിൽ ഒരിക്കൽ പ്രീച്ചിങ്ങിന് പ്രഭുപാദർ പ്രചരണാർത്ഥം ചെന്നപ്പോ ഗുജറാത്തിൽ വെച്ച് 3 സെറ്റ് രാധാകൃഷ്ണ വിഗ്രഹം കിട്ടി. അപ്പൊ പ്രഭുപാദർ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ആ വിഗ്രഹങ്ങളെ ഓരോ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ട് ഈ ഒരു സെറ്റിനെ ഞാൻ മായപ്പൂരിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാം എന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നു. ഏത് സെറ്റിനെ? പ്രഭുപാദർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹമായിരുന്നു അത്. ഗുജറാത്തിൽ നിന്ന് മായപ്പൂർ മായപ്പൂരിൽ കണ്ടിട്ടില്ലേ ചെറിയ മാധവ്? ഒരു ക്ലാസ്സിൽ പ്രഭുപാദർ ഗുജറാത്തിൽ വെച്ച് ഈ വിഗ്രഹത്തിന്റെ മുമ്പേ വെച്ച് ജയരാധ മാധവ പാടി. നല്ല ഒരു പാട്ടാണ്. പലർക്കും ഇസ്കോണിൽ വന്ന ഉടനെ ആദ്യം ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകളിൽ ഒന്നാണ് ഏത്? വളരെ സിമ്പിൾ, എല്ലാവർക്കും പാടാനും പറ്റും. അതിനകത്ത് ബംഗാളി പദമൊന്നും ഇല്ല, വെറും പേരുകൾ മാത്രമുള്ള ആ പാട്ട് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് നമ്മൾ വന്ന ഉടനെ കേൾക്കുന്ന കീർത്തനങ്ങളിൽ ഒന്നാണ് ജയരാധ മാധവ് കുഞ്ചബിഹാരി, ഗോപീജന വല്ലഭ ഗിരിവരധാരി, പിന്നെ
യശോദനന്ദന രജജന രഞ്ജന യമുന തീര അനചാരി. നല്ല ഒരു പാട്ട്. ഗുജറാത്തിൽ വെച്ച് പ്രഭുപാദർ ഈ വിഗ്രഹത്തിന്റെ മുമ്പേ പാടിയപ്പോ രണ്ടാമത്തെ വരി പ്രഭുപാദർ പാടാൻ പറ്റിയില്ല. തൊണ്ടയടഞ്ഞു, കണ്ണീന്ന് വെള്ളം വരാൻ തുടങ്ങി. ആ ഭാഗവതം ക്ലാസ്സേ നിശബ്ദമായി. പ്രഭുപാദരുടെ ശൈല ജയരാധ മാധവ എന്ന് അടിച്ച് പാടിയപ്പോ തൊണ്ടയെല്ലാം ഇടറി, കണ്ണിന്ന് വെള്ളം വന്ന് ചോക്കിങ്, പാടാൻ പറ്റില്ല. ഉടനെ പ്രഭുപാദർ ജയരാധ മാധവ നിർത്താൻ പറഞ്ഞിട്ട് ഡിവോട്ടീസിന്റെ അടുത്ത് ഹരേ കൃഷ്ണ പാടാൻ പറഞ്ഞു. അപ്പൊ അവരൊക്കെ പാടി. കുറച്ചു നേരം പ്രഭുപാദർ ക്ലാസ് കൊടുത്തില്ല. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രഭുപാദർ ആ ക്ലാസ് തുടർന്നത്. അത് കഴിഞ്ഞ് മായപ്പൂരിൽ വന്നപ്പോ പ്രഭുപാദർ ആ വിഗ്രഹത്തിനെയും കൊണ്ടുവന്നു. മായപ്പൂരിൽ എത്തിയപ്പോ രാത്രി 11-12 മണി, അർദ്ധരാത്രിയായി. അപ്പോൾ തമാലകൃഷ്ണ മഹാരാജ് ഓടി വന്നു പ്രഭുപാദരുടെ മുമ്പേ. പ്രഭുപാദറിനെ സ്വീകരിച്ചു. പ്രഭുപാദരുടെ റൂമിലൊക്കെ പെട്ടിയൊക്കെ കൊണ്ടുപോയി ആക്കി കൊടുത്തു. അപ്പൊ പ്രഭുപാദർ പറഞ്ഞു, ഈ വിഗ്രഹം ഇവിടെ ഇനി പൂജിക്കാൻ, ഇവിടെ ഭക്തന്മാർക്ക് ആരാധിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വിഗ്രഹത്തിന് ശ്രദ്ധയോട് വെക്കണം എന്ന് പറഞ്ഞു. തമാൽ കൃഷ്ണ മഹാരാജും പറഞ്ഞു, അത് ഞങ്ങളൊന്ന് വേണ്ടവണ്ണം ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് വിഗ്രഹം കൊണ്ടുപോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ പ്രഭുപാദർ ചോദിച്ചു, എന്ത് ചെയ്തു? അത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും വെച്ചാ പോരാ, അതിന് ഒരു നല്ല ഓൾട്ടർ, ഒരു ശ്രീകോവില് പണിത് നല്ല പോലെ സുരക്ഷിതമായി വെക്കണം. ഉടനെ തമാലകൃഷ്ണ മഹാരാജ് പറഞ്ഞു, അതിനൊന്നും പ്രഭുപാദർ ചിന്തി വിഷമിക്കേണ്ട, ഞങ്ങൾ അത് വേണ്ടവണ്ണം വെച്ചോളാം. പ്രഭുപാദർ പറഞ്ഞു, പറ്റില്ല, ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് രാത്രി 12 മണിക്ക് ഉറങ്ങിക്കിടന്ന ഭക്തന്മാരെ എല്ലാം വിളിച്ച് രാത്രിക്ക് രാമായണം തടി കൊണ്ട് ഒരു ശ്രീകോവിൽ പണിത് ആരെ വെച്ചോ? ആ മായപ്പൂരിലുള്ള ശ്രീ രാധാമാധവനെ വെച്ചു. അങ്ങനെ ഒരുപാട് വിഗ്രഹ ലീലകൾ പ്രഭുപാദർക്ക് നടന്നിട്ടുണ്ട്. ഇനിയൊരു തവണ ഇതുപോലെ പ്രഭുപാദർ വന്നിട്ട് ഒരു ടെലിഗ്രാം അയച്ചു. കെന്യയിലേക്ക് പ്രഭുപാദർ പോവാണ്. അവിടത്തേക്ക് ഒരു രാധാകൃഷ്ണ വിഗ്രഹമായിട്ട് പ്രഭുപാദർ പോവാ. അപ്പോ ഒരു ടെലിഗ്രാം അയച്ചു പ്രഭുപാദർ, ഞാൻ ഇത്ര മണിക്ക് വന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങുന്നു, എന്റെ കൂടെ ഒരു രാധാകൃഷ്ണ വിഗ്രഹവും ഉണ്ട്, എയർപോർട്ടില് ഭക്തര് വരണം, ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ടെലിഗ്രാം അയച്ചു. എന്താന്നറിയില്ല, ടെലിഗ്രാം അമ്പലത്തിൽ കിട്ടിയില്ല. പ്രഭുപാദർ രാത്രി വന്ന് എയർപോർട്ടിൽ ഇറങ്ങി. പ്രഭുപാദർ ഒരു സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തൊട്ടടുത്ത് ഇനിയൊരു സീറ്റ് ബുക്ക് ചെയ്ത് ആ സീറ്റിൽ രാധാറാണിയെ നിർത്തി വെച്ചിരിക്കുക. ഫ്ലൈറ്റിന്റെ അടുത്ത് ഹോസ്റ്റസ്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ രാധാറാണിയെ നോക്കിയിട്ട് പോകും. അതിങ്ങനെ ടിങ്ങർ രാധാറാണി നിൽക്കുന്നു. കൃഷ്ണ ഭഗവാൻ ബാഗിനകത്തിട്ട് വെച്ചിരിക്കുക. പ്രഭുപാദർ എയർപോർട്ടിൽ ഇറങ്ങി നോക്കി, ഒരു മനുഷ്യരെ കാണാനില്ല. ടെലിഗ്രാം അവർക്ക് കിട്ടിയിട്ടില്ല. പ്രഭുപാദർ ഒറ്റയ്ക്ക് രാധാകൃഷ്ണ വിഗ്രഹം ടാക്സിയിൽ കയറ്റി, ടാക്സിയും എടുത്തിട്ട് ആ കെന്യ വലിയ അമ്പലം വൈസ്കോണ്ട് അമ്പലത്തിൽ ചെന്നു. അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. രാവിലെ വെളുപ്പിന് 4 മണി പ്രഭുപാദർ ചെന്ന് ടാക്സിയിൽ ഇറങ്ങി. സെക്യൂരിറ്റിക്ക് പ്രഭുപാദർ ആരെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഹരേ കൃഷ്ണയ്ക്ക് തുടങ്ങി വരുന്ന സെക്യൂരിറ്റി പറഞ്ഞു, ഇപ്പൊ പോകാൻ പറ്റൂല, 5 മണിക്ക് ശേഷമേ ഗേറ്റ് തുറക്കുള്ളൂ. അപ്പൊ പറഞ്ഞാ മതി, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് ചെന്ന് പറഞ്ഞാ മതി എന്ന് പ്രഭുപാദർ ക്ഷമയോട് പറഞ്ഞു. ഉടനെ സെക്യൂരിറ്റി ഓടി ചെന്നപ്പോ ആ സന്യാസിയുടെ പേര് ബ്രഹ്മാണ്ഡ മഹാരാജ്, അങ്ങനെന്തോ ബ്രഹ്മാനന്ദ മഹാരാജ്, അങ്ങനത്തെ ഒരു സന്യാസി. അദ്ദേഹം ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, ഏതൊരു വയസ്സായ ഒരു ഭക്തൻ വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ പിന്നെ വന്ന് കാണാം. സെക്യൂരിറ്റി തിരിച്ചു വന്ന് പറഞ്ഞു, അദ്ദേഹം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രഭുപാദർ പറഞ്ഞു, ഭക്തിവേദാന്ത സ്വാമി വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറയാൻ. വീണ്ടും സെക്യൂരിറ്റി ഓടി ചെന്നപ്പോ 5 മിനിറ്റിൽ തോർത്തോടെ ഒരാൾ ഓടി വരും ഗേറ്റിലേക്ക്. പ്രഭുപാദരെ പിടിച്ച് നിർത്തി വെച്ചിരിക്കുക. ബ്രഹ്മാനന്ദ മഹാരാജ് വന്ന് പാദത്തിൽ വീണ് പ്രഭുപാദർ പറഞ്ഞു, ആദ്യം നീ ഡേറ്റിയെ വെയിറ്റ് ചെയ്യിപ്പിച്ച ആളാണ്, അതുകൊണ്ട് ഫസ്റ്റ് ഡേറ്റിക്ക് വേണ്ട ഇത് ചെയ്യണം. കാരണം ഗേറ്റിൽ പ്രഭുപാദിന് ഈ വിഗ്രഹങ്ങൾ തൂക്കി നിൽക്കാൻ പറ്റില്ല, അത്രയും വെയിറ്റ് ഉണ്ടല്ലോ. വയസ്സായ ആൾക്ക് എങ്ങനെ പറ്റും? പ്രഭുപാദർ ബാഗും വെച്ച് നിൽക്കുന്ന, അടുത്ത് ഇവർ 2 പേര് ഗേറ്റിൽ നിൽക്കുക. അങ്ങനെ വെളുപ്പിന് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. ഭഗവാന്റെ ലീലകളെല്ലാം അന്ന് ഭാഗവതത്തിൽ നമ്മൾ അനേകം ലീലകൾ വായിച്ചു. ഇന്നും ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ എത്രയോ ഭക്തന്മാരുടെ അടുത്ത് ലീലകൾ
പരിശുദ്ധി ഉള്ളവർക്ക് അത് കാണാൻ സാധിക്കും, പരിശുദ്ധി ഇല്ലാത്തവർക്ക് അത് കാണാൻ സാധിക്കില്ല. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ശ്ലോകം 20. ബ്യൂട്ടിഫുൾ ശ്ലോകം. പ്രഭുപാദർക്ക് ഇഷ്ടപ്പെട്ട പല ശ്ലോകങ്ങളിൽ ഒന്നാണ് ഇത്. കൃതവാൻ കില കർമാണി സഹ രാമേന കേശവ സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷഃ ഗൂഢകപടമാനുഷഃ കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷഃ. അനേകം അനേകം ലീലകൾ. കൃതവാൻ, കൃതവാൻ വെച്ചാൽ അത് ചെയ്ത വ്യക്തി, ചെയ്ത ആള്. കില കർമ്മ, എന്തെല്ലാം ലീലകൾ കർമ്മങ്ങളാണ് ചെയ്തത്. അത് ഒറ്റയ്ക്കല്ല. ആരുടെ കൂടെയാ? സഹരാമേന കേശവ. കേശവൻ ആരുടെ കൂടെയാ വന്നിരിക്കുന്നത്? ബലരാമനോടൊപ്പം വന്നിരിക്കുക. സഹ കൂടെ കൂടെ കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ്. ആര്? സഹരാമേന കേശവ. ബലരാമനെയും കൂടെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അതിമർത്യാനി ഭഗവാൻ. മർത്യന്മാരെന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്നതെല്ലാം മരിക്കും, മരിക്കുന്നതെല്ലാം പുനർജനിക്കും. മരണമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ശരി, മരിച്ചാ ജനിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? മർത്യന്മാർ, മരിക്കുന്നവർ. അതിമർത്യാനി, സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. 7 വയസ്സുള്ളപ്പോ ഗോവർദ്ധനത്തിന് തൂക്കി ചുണ്ടുവിരൽ പിടിച്ചു വെക്കുക. ഇതൊക്കെ ആർക്കെങ്കിലും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമോ? സൂപ്പർ ഹ്യൂമൻ ലീല. അല്ലാതെ നമ്മൾ ഈ കാണുന്ന സൂപ്പർമാൻ, സ്പൈഡർമാൻ, അത് ഇതൊന്നും, അതൊക്കെ ഒന്നുമേ അല്ല. റിയൽ സൂപ്പർമാൻ ആരാണ്? ശ്ലോകം തന്നെ പറയുന്നത് അതിമർത്യാനി. അതിമർത്യാനി പ്രഭുപാദ് എന്ത് ട്രാൻസ്ലേഷനാ കൊടുത്തിരിക്കുന്നത് നോക്കൂ. എന്താ കൊടുത്തിരിക്കണേ? ആ മ്യൂസിക് ഇല്ലേ, കൈ വെച്ച് പറഞ്ഞു. സൂപ്പർമാൻ, അതിമർത്യാൻ, റിയൽ സൂപ്പർമാൻ. പ്രഭുപാദ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കില്ല. എന്താ ചെയ്തിരിക്കണേ? സൂപ്പർ ഹ്യൂമൻ. അതിമർത്യാനി ഭഗവൻ, ആ അമാനുഷ്യമായ ലീലകളാടുന്നു. അത് ഒറ്റയ്ക്കല്ല. സഹരാമേന കേശവ, ബലരാമനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന്. എന്നാൽ എങ്ങനെയാ? ഗൂഢം, ഗുഹ്യം, രഹസ്യമായി. കപട മാനുഷ, കപട മനുഷ്യൻ. കപടം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ മലയാളത്തില്. കപടം, അത് എന്താ അർത്ഥം എന്ന് വെച്ചാല് ഖ പടം. പടം എന്ന് വെച്ചാല് പടം, പടം ചിത്രം, രൂപം. എന്താണ് ഖപടം എന്ന് വെച്ചാൽ? ഒളിച്ചു വെച്ചിരിക്കുന്നത്. കപട വേഷധാരി എന്നൊരാളെ പറഞ്ഞാല് ഒറിജിനൽ രൂപത്തിനെ ഒളിച്ചിട്ട് വേറെ ഒന്ന് കാണിക്കും. എങ്ങനെ? നമ്മളെ ഈ കൂട്ടത്തില് വൈകുന്നേരമായപ്പോ കുളിച്ച് കുറിയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഉണ്ട് ഹരേ കൃഷ്ണ ഇല്ലേ? റിയൽ സ്വരൂപം വേറെ ആയിരിക്കും. കപടം, ഒളിച്ചു വെച്ചിരിക്കുന്ന. ഖപടം, യഥാർത്ഥ രൂപത്തിനെ ഒളിപ്പിച്ചു വെക്കുന്ന ആള് കപടം. ഗൂഢാ കപടമാനുഷ, ഈ സാധാരണ മനുഷ്യരെ പോലെ രഹസ്യമായി ഒളിച്ച് ആ പരമസർവേശ്വരൻ ബലരാമനെയും ഒപ്പം വിളിച്ചോണ്ട് വന്നിട്ട് സൂപ്പർമാന്റെ ലീലകളെല്ലാം ആടി സ്തുതിക്കുകയാണ്. എത്ര മനോഹരമായി അല്ലേ? ശ്ലോകം പോയല്ലോ. ഫസ്റ്റ് ലൈൻ എന്താണ്? കൃതവാന കില കർമാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷഃ. അദ്ദേഹം ദൈവമാണെന്ന് ഭൗതിക ലോകത്തിലുള്ളവർക്കും അറിഞ്ഞൂടാ. അദ്ദേഹം ദൈവമാണെന്ന് വ്രജഭൂമിയിൽ ഉണ്ടായിരുന്നവർക്കും അറിഞ്ഞൂടാ. ഭഗവാന്റെ കൂടെ ലീലകളാടിയ, വൃന്ദാവനത്തിൽ ലീലകളാടിയ അവർക്കും ഇദ്ദേഹത്തിനെ അറിഞ്ഞൂടാ. മനുഷ്യർക്കും അറിഞ്ഞൂടാ. ഒരു ദിവസം കൃഷ്ണനെ യശോദാദേവി ഒരലിൽ കെട്ടി വെച്ചപ്പോ ബലരാമൻ അങ്ങോട്ട് ദേഷ്യം വന്നു.
ബലരാമൻ ആ കെട്ട് അഴിക്കാൻ ശ്രമിച്ചു, അഴിക്കാൻ പറ്റിയില്ല. ആക്ച്വലി കെട്ടിവെച്ചതാരാ? യശോദ. ബലരാമൻ എന്തുകൊണ്ട് അഴിക്കാൻ പറ്റിയില്ല? ഭയങ്കര അത്ഭുതമല്ലേ? ബലരാമന് കെട്ട് അഴിക്കാൻ പറ്റിയില്ല. അതിന് പല കാരണമുണ്ട്. ഒരു കാരണം എന്താന്ന് വെച്ചാല് കൃഷ്ണൻ ആ കയറ് അഴിക്കണ്ട ഇപ്പൊ, അതാണ് മെയിൻ കാരണം. രണ്ടാമത്തത്, വാത്സല്യത്തിൽ കെട്ടിയതിനെ സഖ്യം കൊണ്ട് അഴിക്കാൻ പറ്റില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. മനസ്സിലായില്ലേ? സഖ്യത്തിൽ കെട്ടിയതിനെ ദാസ്യമുള്ളവർക്ക് അഴിക്കാൻ പറ്റില്ല, വാത്സല്യത്തിൽ കെട്ടിയതിനെ സഖ്യമുള്ളവർ കഴിക്കാൻ പറ്റില്ല, മാധുര്യത്തിൽ കെട്ടിയാൽ വാത്സല്യമുള്ളവർ കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും മനസ്സിലായോ? അഴിക്കാൻ പറ്റില്ല. ബലരാമൻ കെട്ടഴിക്കാൻ ശ്രമിച്ച് അഴിക്കാൻ പറ്റാ ദേഷ്യം കൂടെയായി. നേരെ യശോദ എടുത്ത് ചെന്നു. ബലരാമൻ ചോദിക്കുക, കൃഷ്ണന് 1.5 വയസ്സ്, ഇതിന് 2.5 വയസ്സ്. ആ കെട്ടിവെച്ച സമയത്ത് കൃഷ്ണന് എത്ര വയസ്സാണ്? 1.5 വയസ്സ്. ഈ ചോദിക്കാൻ പോയ ആൾക്ക് എത്രയാണ്? 2.5 വയസ്സ്. യശോദ ചോദിച്ചു, നീ ആരെയാ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? യശോദ ചോദിച്ചു, അറിയില്ല, നീ പറ, ആരെയാ കെട്ടി? 14 ലോകം അണ്ടചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും 30 കോടി ദേവീ ദേവഗണങ്ങളുടെ സർവേശ്വരനും പഞ്ചഭൂതങ്ങളുടെ സാക്ഷിയും ആ പരമ ഈശ്വരനെയാ കെട്ടിവെച്ചിരിക്കുന്നത്. യശോദ, അപ്പൊ നീ ആരാ? ഞാൻ ആദിശേഷൻ, അനന്തൻ, എന്റെ തലയിൽ ആ ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഇരിക്കുന്നത്. യശോദ ചോദിച്ചു, എല്ലാ ദൈവം എന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത്? യശോദ ഭഗവാനായിട്ട് കണ്ടിട്ടേ ഇല്ല. സഹിക്കാൻ പറ്റിയില്ല കാണിച്ച കുസൃതികളൊക്കെ ഈ 2-2.5 വയസ്സിൽ. അതിലും ഇതെന്താന്ന് വെച്ചാല്, ഇത്രയും പാലും വെണ്ണയും എന്റെ വീട്ടിൽ വെച്ചിട്ട് ഈ ഒരു പശുവുള്ള വീട്ടിൽ പോയി മോഷ്ടിച്ചിട്ട് വന്നാല് സഹിക്കോ? അതുങ്ങൾ വന്ന് കരച്ചലോടെ കരച്ചൽ, കുഞ്ഞിന് വെച്ചിരുന്ന പാലിനെ കാണാനില്ല. എന്റെ ആ വീട്ടിൽ ആകപ്പാട് 1 കലം പാലേ ഉണ്ടായിരുന്നു. ആ പാലും കുടിച്ചിട്ട് കലത്തിനകത്ത് കുരങ്ങന്മാർ മൂത്രം ഒഴിച്ചു വെച്ചിട്ട് പോയി സഹിക്കോ അവർക്ക്, ഗോപസ്ത്രീകൾക്ക്? പരാതിയുടെ മേലെ. ഇതില് ചില ഗോപസ്ത്രീകൾ എന്താണ്, ഞങ്ങൾ മാത്രമല്ലേ കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ച ലീല കണ്ടുള്ളൂ, യശോദ നിനക്ക് കാണാനുള്ള ഭാഗ്യമില്ലല്ലോ, അതുകൊണ്ട് ഏത് വീട്ടിൽ കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചില്ലേ ആ ഗോപികമാരുണ്ട് പരാതി പറയാൻ. മോഷണം പോയ വീട്ടുകാർ പരാതിക്ക് വന്നാൽ കുഴപ്പമില്ല. ഇത് നമ്മളെ കേരളം പോലെ ഒരുത്തനെ 2 പേര് തല്ലുമ്പോ 20 പേര് കൊടുത്തു. അവൻ എന്തിനാണെന്ന് പോലും അറിഞ്ഞൂടാ. ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന് 2 അടിയും കൊടുത്തിട്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും. അവന് കഥയെ അറിഞ്ഞൂടാ. അതുപോലെ വെണ്ണ പാലും നഷ്ടപ്പെട്ട ഗോപികമാര് വന്ന് പരാതി പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു മോഷണം നടക്കാത്ത ആ ഗോപികമാരും ഉണ്ട് പരാതി പറയുന്ന കൂട്ടത്തിൽ. എന്തിനാണ്? യശോദ, കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ച ലീല ഞങ്ങൾ മാത്രമല്ലേ കണ്ടുള്ളൂ, നിനക്കത് കാണാൻ ഭാഗ്യമില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് പറയാം. സഹിക്കാൻ പറ്റിയില്ല യശോദയ്ക്ക്. ശരിക്കും ദേഷ്യം വന്നു. ഒരു ദിവസം എന്ത് ചെയ്തു, നിന്നെ മോഷണത്തിൽ കൂട്ടിയതാണല്ലോ എന്ന് പറഞ്ഞ് ഈ ഒരലും 2 കൂടെ കെട്ടിവെച്ചു. ബലരാമൻ വന്ന് അഴിക്കാൻ നോക്കി, അഴിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് കൃഷ്ണൻ ഈ ഒരലും വലിച്ചുകൊണ്ട് ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങി 2 മരങ്ങളെ അങ്ങ് പിഴുത്. അതെല്ലാവർക്കും ഈ കഥ അറിയാം. അപ്പൊ അന്നത്തെ ദിവസം നന്ദഗോപര് ഗ്രാമത്തിലില്ല, നന്ദഗോപർ വൃന്ദാവനത്തിലില്ല. അപ്പൊ നന്ദഗോപർ വേറൊരു ആവശ്യമായിട്ട് അദ്ദേഹം മഥുരാപുരി വരെ പോയിരിക്കുകയാണ്. തിരിച്ചു വന്നപ്പോഴാണ് നന്ദഗോപര് അറിയുന്നത് ഈ ഭീമാകാരമായ 2 മരങ്ങൾ നിലത്ത് വീണ് കിടക്കും. ഈ മരം എന്ന് പറഞ്ഞാല് ശ്രീ കൃഷ്ണ ബലരാമ കീ. ഈ മരങ്ങൾ എന്ന് പറഞ്ഞാല് നന്ദഗോപർ കുട്ടിക്കാലത്തെ ഇത് 2 നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ 2 മരങ്ങളെ നന്ദഗോപർ തന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. നന്ദഗോപന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ കുട്ടിക്കാലത്ത് ഇതുണ്ടെന്ന്. അവരച്ഛൻ കേട്ടിട്ടുണ്ട്, ഇത് എപ്പോ തൊട്ട് സത്യയോഗം തൊട്ട് ഇത് 2 നിൽക്കുകയാണ്. ഭീമാകാരമായ 2 മരവും നിലത്ത് വീണു. അതിന്റെ ഇടയ്ക്ക് 1.5 വയസ്സുള്ള കുഞ്ഞു വന്നപ്പോ മുതിർന്നവരൊക്കെ പറഞ്ഞു, മഹാഭാഗ്യം, നാരായണൻ നമ്മുടെ കൃഷ്ണനെ രക്ഷിച്ചു. ഈ മരം വീഴുന്നത് എങ്ങെങ്കിൽ കുറച്ചിങ്ങോട്ട് മാറി വീണിരുന്നെങ്കിലോ, ഭഗവാനാ നമ്മുടെ കുഞ്ഞിനെ രക്ഷിച്ചത്. അതിപ്പോ എന്താന്ന് അറിയുന്നില്ല. പൂതന വന്നു, തൃണാവൃതൻ വന്നു, ദിവസവും രാക്ഷസന്മാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം പോലും വൃന്ദാവനം വിട്ടുപോയി. ഇതും കൂടെ കേട്ടപ്പോ നന്ദഗോപർക്ക് അങ്ങ് ദേഷ്യം. ഏത് വിഡ്ഢിയാണ് ഈ കുഞ്ഞിനെ പിടിച്ച് ഒരലി കെട്ടിവെക്കും?
ഇതൊന്നും യശോദ അറിയുന്നില്ല. യശോദ ആകപ്പാട് മരം വീണതിന്റെ പേടിയിലാണ്. ഇപ്പൊ നന്ദഗോപര് വന്നു ശരിക്കും ഒന്ന് ദേഷ്യവും കൂടെ ആയി. അത്രയ്ക്കും വിവരമില്ല യശോദ. ഒരു നിമിഷം നന്ദഗോപർക്ക് ദേഷ്യം വന്നു. യശോദയ്ക്ക് നിനക്ക് വല്ല ബുദ്ധി ചീത്തയായിപ്പോയോ? ഈ ഒരു കുഞ്ഞിനെ 4 ഗ്ലാസ് പാലെടുത്തെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പിടിച്ച് ഈ മരത്തിലൊക്കെ കെട്ടിവെക്കും, ഒരലി പിടിച്ച് കെട്ടിവെക്കും. നന്ദഗോപരും കൂടെ ദേഷ്യപ്പെട്ടു. യശോദ ഭയന്നു. കൃഷ്ണൻ ചെന്ന് നന്ദഗോപരടുത്ത് പറഞ്ഞു, അച്ഛാ, ഇത് ഇന്നത്തെ കഥ മാത്രമല്ല. അങ്ങ് എപ്പോഴൊക്കെ ഈ ഗ്രാമം വിട്ടു പോകുമോ അമ്മ ഇങ്ങനെയൊക്കെയാ എന്നെ ഉപദ്രവിക്കുന്നത്. ഇത് ഈ പീഡനമൊക്കെ എനിക്ക് പറയാൻ പറ്റൂല. കുറച്ച് മസാല ഇതും കൂടെ കേട്ടു. അങ്ങനെ ആ രാത്രി കൃഷ്ണൻ നന്ദഗോപരുടെ കൂടെ കിടക്കുകയും യശോദയുടെ ഒരു അക്ഷരം സംസാരിച്ചില്ല. അന്ന് രാത്രിയാ കൃഷ്ണൻ ചെന്ന് പരാതി പറയണം നന്ദഗോപരടുത്ത്. എന്നും രാത്രി എനിക്ക് പട്ടിണിയാ, തിന്നാനൊന്നും തരാറില്ല. ചന്ദ്രനെ കാണിച്ചിട്ട് ഇത് തിന്നോ എന്ന് പറഞ്ഞ് ചന്ദ്രനെയും രാവിലെ എണീറ്റാ കാണാൻ പറ്റുന്നില്ല, ഞാൻ തിന്ന അപ്പവും ഇല്ല. ഇതെല്ലാം ഇങ്ങനെ രാത്രി മുഴുവനും യശോദയെ കുറിച്ച് പരാതി പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയാണ് ഭഗവാന്റെ ലീലകൾ, അത്ര മനോഹരമായ ലീലകൾ. കൃതവാൻ കില കർമാണി സഹരാമേന കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢാകപടമാനുഷഃ. ഭൗതിക ലോകത്തിലും അദ്ദേഹത്തിനെ സർവേശ്വരനാണെന്ന് അവർക്കറിയില്ല. വൃന്ദാവനത്തിൽ കൂടെ ഇരുന്നവർക്കും അദ്ദേഹം സർവേശ്വരനാണെന്നുള്ള സത്യം അറിയില്ല. ഖലിം ആഗതം ആജ്ഞായ ഖലിം ആഗതം ആജ്ഞായ ക്ഷേത്രേ അസ്മിൻ വൈഷ്ണവേ വയം ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണാഹരേ കഥായാം സക്ഷണാഹരേ. കലിം, ഈ കലികാലം, ആഗതം, കലികാലം വന്നു കഴിഞ്ഞു. ന്യായ, അത് ഞങ്ങൾ മനസ്സിലാക്കി. ജ്ഞാനം, കലികാലം വന്നു കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ജ്ഞാനം വന്നു, കലികാലം വന്നു എന്ന് ഞങ്ങൾക്ക് ജ്ഞാനം ബോധ്യമായി. ക്ഷേത്രേ, ഈ സ്ഥലം, ഏത് സ്ഥലം? ക്ഷേത്രേ, ഈ സ്ഥലം, ഏത് സ്ഥലം? നൈമിഷാരണ്യം. വൈഷ്ണവേ വയം, നമ്മളെല്ലാ കൃഷ്ണഭക്തന്മാരും വിഷ്ണു ഭക്തന്മാരും ഒത്തുകൂടിയിരിക്ക. എത്ര ദിവസമായിട്ട്? ആസീനം. ഞങ്ങൾ എല്ലാരും ഇവിടെ കൂടിയിരിക്കുകയാണ്. ദീർഘസത്രേണ, കണക്കറിഞ്ഞുകൂടാ. ഇന്നലെ കണക്ക് പറഞ്ഞു എത്ര വർഷമാണ് അവിടെ കൂടിയിരിക്കുന്നവര്? 1000 വർഷം. ഇവിടെ പറയാം, ഞങ്ങൾ 1000 വർഷം കൂടിയിരിക്കുകയാണ്. കഥയാം സ അക്ഷണ ക്ഷണഹരേ, ഭഗവാൻ ഹരിയുടെ കഥകൾ കേൾക്കാൻ ഈ ക്ഷണത്തിന് വേണ്ടി 1000 വർഷമായി കാത്തിരിക്കുക. അപ്പോ നൈമിഷാരണ്യത്തില് ഈ സത്സംഗം ഋഷിമാരുടെ വർഷങ്ങളായി നടക്കുന്നു. ഭാഗവതം തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. അവര് വേദങ്ങളെ കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും മറ്റ് ഗ്രന്ഥങ്ങളെ കുറിച്ചും പറഞ്ഞു അവർക്ക് എങ്ങും എത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് സൂത മഹർഷി എടുത്ത് പറഞ്ഞത്, ഒന്ന് എളുപ്പമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കൺക്ലൂഷൻ പറഞ്ഞു തരും, ഇതിന്റെ സാരം പറഞ്ഞു തരും. ദീർഘസത്രേണ, എത്രയോ കാലമായിട്ട് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുകയാണ്, ഒരു പിടിത്തോ ഇല്ല. കുറച്ചു ദിവസം പറയുന്ന പിതൃപൂജയാണ് വലുതെന്ന്, കുറച്ചു പേര് പറയുന്ന ബ്രാഹ്മണ്യമാണ് വലുത്, ദേവന്മാരുടെ ആര ഇങ്ങനെ കൂടിയിരിക്കാണ്. ഞങ്ങൾക്ക് ഹരിയെ കുറിച്ച് കേൾക്കണം. ഓക്കെ, നെക്സ്റ്റ് 22. ത്വം ന സന്ദർശിതോ ദാത്ര ത്വം ന സന്ദർശിതോ ദാത്ര തുഷ്ടരം നിസ്തിരിർശതം സതാം ദുഷ്ടരം നിസ്തിരീർഷതാം
ദുസ്തരം നിസ്തിരീർഷതാം കലിം സത്വഹരം പുംസാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ശ്ലോകമൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് പല്ലൊക്കെ തേച്ച് നാവൊക്കെ വടിച്ച് ഇല്ലേ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബ്രാഹ്മണ ദീക്ഷ വാങ്ങിക്കാൻ പോയത് 1999. 10-12 പേരുണ്ടായിരുന്നു. രാത്രി 10-11 മണിയായി ബ്രാഹ്മണ മന്ത്രം കിട്ടിയപ്പോൾ. എല്ലാരും കിഴക്ക് നോക്കിയിരിക്കുന്നു. ഗുരു മഹാരാജ് അന്നൊക്കെ വന്ന് ഓരോരുത്തരുടെ ചെവിയിലും ഗായത്രി പറഞ്ഞു. എനിക്ക് മുമ്പുള്ള ആളുടെ അടുത്ത് പറയാൻ വന്നിട്ട് പറഞ്ഞ്, നീ പോയി ചെവിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു. അത്ര അഴുക്കുണ്ടായിരുന്നു ചെവിയിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പോയി ചെവിയൊക്കെ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. അതുപോലെ ഈ ശ്ലോകമൊക്കെ ദുസ്തരം നിസ്തിരീർ ശതാ. ഓക്കെ. ത്വം അങ്ങ് സന്ദർശിതോ ഞങ്ങളെ സന്ദർശിച്ചു. ദാത്ര അത് പ്രകൃതിയുടെ ഒരു വിധാനമായിരുന്നു, ഈശ്വരന്റെ നിശ്ചയമായിരുന്നു. അങ്ങ് ഞങ്ങളെ സന്ദർശിച്ചു. ദുസ്തരം മറികടക്കാൻ പറ്റാത്ത ദുഃഖം, അതിജീവിക്കാൻ സാധിക്കാത്ത ദുഃഖം. ദുഷ്ടരം നിസ്തിരീർഷതാ അത് കടക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് മറികടക്കാൻ സാധിക്കാത്ത സാഗരത്തിനെ കടക്കാൻ ആഗ്രഹിക്കുന്നവർ. ദുസ്തരം നിസ്തിരീർഷതാം കലിം സത്വഹരം പുംസാം. ഈ കലികാലത്ത് സത്വഗുണ സ്വഭാവികളായ ഞങ്ങൾ മനുഷ്യർ, കർണധാര ഞങ്ങളുടെ ലീഡർ ആർണവം, അങ്ങയെ കാണാൻ സാധിച്ചത് ഞങ്ങൾ ചെയ്ത മഹാപുണ്യമാണ്. അങ്ങയുടെ സംഘം കൊണ്ടേ ഈ കടക്കാനാവാത്ത സാഗരം നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്ത് ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല, അങ്ങ് ഞങ്ങളെ സന്ദർശിച്ചു എന്ന് ഒരിക്കൽ കൂടെ അവര് സൂത പൗരാണികനെ സ്തുതിച്ചിട്ട് അടുത്ത ചോദ്യം ഇതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനും ഫസ്റ്റ് കാന്റോയിന്റെ അവസാനത്തെ ശ്ലോകവും ഇതാണ്. 6ാമത്തെ ചോദ്യം അവര് ചോദിക്കുന്നു. ബ്രൂഹി യോഗേശ്വര കൃഷ്ണേ ബ്രൂഹി യോഗേശ്വര കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ഠാം അധുനോപേതം സ്വാം കാഷ്ഠാം അധുനോപേതം ധർമ്മകം ശരണം ഗതഃ ധർമ്മകം ശരണം ഗതഃ. ബ്രൂഹി പറഞ്ഞു തരൂ. യോഗേശ്വര കൃഷ്ണ, എല്ലാ ഐശ്വര്യങ്ങളുടെയും നായകനായ കൃഷ്ണൻ. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഭഗവാനെ യോഗേശ്വരൻ എന്ന് പല സ്ഥലങ്ങളിൽ സ്തുതിക്കുന്നുണ്ട്. ഒരു ശ്ലോകം തന്നെ പറയുന്നു, യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. പിന്നെ എവിടെയാ ഉള്ളത്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോദൻ. ഇപ്പൊ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളുടെയും നായകൻ കൃഷ്ണൻ, ബ്രഹ്മം ആ പരമസത്യം, ധർമ്മ വർമ്മണി ധർമ്മത്തിനെ സംരക്ഷിക്കുന്ന, ആ പരമസത്യത്തിനെ സംരക്ഷിക്കുന്ന, സ്വാം അദ്ദേഹത്തിന്റെ, ഭഗവാന്റെ തിരോധാനത്തിന് ചിലര് പറയും സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി. ഭാഗവത സപ്താഹമൊക്കെ ചെയ്യുമ്പോൾ ചിലര് പറയും ഭഗവാന്റെ സ്വർഗാരോഹണം എന്ന് പറയും. അത് തെറ്റായ പദമാണ്. ഭഗവാൻ സ്വർഗത്തിലേക്കല്ല പോയത്. ഭഗവാൻ എവിടെയാ പോയത്? സ്വധാമം, തന്റെ ധാമത്തിലേക്കാ. ഭഗവാന്റെ ധാമത്തിൽ പോയതിനു ശേഷം അധുന, ഇന്നത്തെ കാലഘട്ടം ഭഗവാൻ ഇല്ല. ഉപേത്തെ, പോയി കഴിഞ്ഞു. ധർമ്മം ഖം, എവിടെയാണ്? ശരണം ഗതഃ, ഇപ്പൊ ഭൂമിയിൽ ഭഗവാൻ ഇല്ല. കലികാലം തുടങ്ങിക്കഴിഞ്ഞു. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ധർമ്മം എവിടെയാ ശരണം പ്രാപിച്ചിരിക്കുന്നത്? ഭഗവാൻ ഉള്ളപ്പോ അല്ലെ? ആ ശ്ലോകം എന്താണ്? ഫേമസ് ഭഗവത്ഗീത ശ്ലോക. കൃഷ്ണൻ എപ്പോ വരും എന്നുള്ളത്?
പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മം സ്ഥാപിക്കാനായി ഞാൻ വരും. അപ്പോ ധർമ്മം സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഇപ്പൊ ഭഗവാൻ ഇവിടെ ഇല്ലെങ്കിൽ അപ്പൊ ധർമ്മം എവിടെ പോയി? അതാണ് ഋഷിമാരുടെ ചോദ്യം. ഓക്കെ, അതാണ് ആറാമത്തെ ചോദ്യം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി. ശരി, ആരാണ് ഈ 6 ക്വസ്റ്റ്യനും ഓർമ്മയിലിരുന്ന് പറയാൻ പോകുന്ന ആൾ? 6 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? ഇതോടെ പ്രഥമ സ്കന്ധം അവസാനിക്കുന്നു ഭാഗവതത്തിൽ. അപ്പൊ ആദ്യം തൊട്ട് നോക്കിക്കഴിഞ്ഞാല് ഇത്രയും വേദശാസ്ത്രമുണ്ടെങ്കിൽ സാരം ഭാഗവതമാണ്. ഭാഗവതത്തിൽ 18,000 ശ്ലോകമുണ്ടെങ്കിലും വീക്ഷണ ശ്ലോകങ്ങൾ ആദ്യത്തെ 3 അത് കഴിഞ്ഞ് സൂത പൗരാണികനെ അവിടെ ഗുരുവായി അവർ സ്ഥാപിച്ചു. 6 ചോദ്യങ്ങൾ ചോദിച്ചു. എന്തൊക്കെയാണ് 6 ചോദ്യങ്ങൾ? ആരാ ആൻസർ പറയാൻ പോണ? 6 questions. ആരും പറയില്ലേ? അത്യാവശ്യം അല്ല, നന്മ, അന്തിമമായ നന്മ. ഇതാണ് എന്താ? ശ്രേയസ്, പിന്നെ എന്താ? കഥ, ഏകാതീതം, ഏക അതീതം, ഏക അന്തം, ഏകാന്തം, അന്തം. ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാരം എന്താണ്? 3 ദേവകിയുടെ ഗർഭത്തിൽ ജനിച്ചു. 4 പുരുഷാവതാരം. 5 ലീലാവതാരം. 6 പോയതിനു ശേഷം ധർമ്മം എവിടെ പോയി? ആശ്രയിച്ചു. വെരി ഗുഡ്. ശ്രീമദ് ഭാഗവതം കീ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ശ്രീല പ്രഭുപാദ കീ. ഹരേ കൃഷ്ണ.